ശ്രദ്ധിക്കുക. അടുത്ത നമ്മൾ പറയുന്നത് ഈ കൺസർവേഷൻ ഓഫ് എനർജി പെൻഡുലത്തിൻ്റെ കേസിലാണ്, ഓസിലേറ്റിംഗ് സിമ്പിൾ പെൻഡുലം. ഓക്കെ, അപ്പോൾ ഈ ഓസിലേറ്റിംഗ് സിമ്പിൾ പെൻഡുലം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസ് നോക്കാം. നമുക്കറിയാം ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് പെൻഡുലത്തിൻ്റെ ലെങ്ത് എടുക്കുക L. ഇതയാളുടെ മീൻ പൊസിഷനാണ്. നമുക്കറിയാം സാധാരണ മീൻ പൊസിഷനാണ് ഇയാൾക്ക് മാക്സിമം സ്പീഡ് ഉണ്ടാവുക, ശരിയല്ലേ? ഏറ്റവും കൂടുതൽ സ്പീഡ് ഉണ്ടാവുക മീൻ പൊസിഷനിലാണ് അല്ലേ? അപ്പോൾ ഈ മീൻ പൊസിഷൻ കുറച്ച് കഴിയുമ്പോൾ ഈ ഹൈറ്റിലെത്തി. അപ്പോൾ നമുക്കറിയാം എങ്ങനെ ഇത് O എന്ന് പറഞ്ഞ പോയിന്റിൽ എത്ര വരിക? ടോട്ടൽ എനർജി അറ്റ് O ഈക്വൽ ടു ടോട്ടൽ എനർജി അറ്റ് A. O എന്ന് പറഞ്ഞ പോയിന്റിൽ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ ½ mv² അല്ലേ? കാരണം മീൻ പൊസിഷനിലേക്ക് പൊട്ടൻഷ്യൽ എനർജി ഉണ്ടാവില്ല, കൈനറ്റിക് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ½ mv². ഈ ഹൈറ്റിലെത്തിയാൽ അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി ആരായിരിക്കും? mgl ആയിരിക്കും. കാരണം ഈ പോയിന്റിലേക്ക് എന്ത് എനർജി മാത്രമേ ഉള്ളൂ? ഓൺലി കൈനറ്റിക് എനർജി. ഇവിടെയൊക്കെ എന്ത് എനർജി മാത്രമേ ഉള്ളൂ? ഓൺലി പൊട്ടൻഷ്യൽ എനർജി. കാരണം നമുക്കറിയാം ഇത് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്, കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. ഇനീഷ്യൽ പോയിന്റിനെയും ഫൈനൽ പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുള്ളൂ. ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ. അങ്ങോട്ടേക്കുള്ള ഗ്രൗണ്ട് എന്നുള്ള ഹൈറ്റ് എത്രയാണ് വരിക? h അല്ലേ? ഇതാണ് ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് ഫൈനൽ പോയിന്റ്. അങ്ങോട്ടേക്കുള്ള ഹൈറ്റ് h. കാരണം കൺസർവേറ്റീവ് ഫോഴ്സ് ഫീൽഡ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ്. അപ്പോൾ ഈ പോയിന്റിൽ h എന്ന് പറഞ്ഞാൽ L ന് തുല്യം അല്ലേ? h എന്ന് പറഞ്ഞാൽ L ന് തുല്യം. അപ്പോൾ ഈ പോയിന്റിൽ എനർജി mgl. ഇതെങ്ങനെയാണ്? ഇവിടുത്തെ എനർജി ½ mv². കാരണം ഈ ബോബ് ഇങ്ങനെ നീങ്ങിയിട്ട് ഇവിടെ എത്തി, ഈ ബോബ് ഇങ്ങനെ അപ്പോൾ ഇവിടെ കൈനറ്റിക് എനർജി ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി നിന്നു, അപ്പോൾ ഇത് പൊട്ടൻഷ്യൽ എനർജി. സോ ½ mv² mgl. ക്ലിയർ? ഇത് ഹൊറിസോൺലി ഇങ്ങനെ പോയി നിന്നാൽ, ചിലപ്പം ഹൊറിസോൺലി പോയി നിൽക്കൂല. എന്താ സംഭവിക്കുക? ഈ ബോബ് സാധാരണ ഇങ്ങനെയല്ല ഓസിലേറ്റ് ചെയ്യുക അല്ലേ? നമ്മൾ സാധാരണ ഈ ഒരു കേസ് റെയറാണ്, ഈ സാധനം ഇങ്ങനെ പോയിട്ട് ഇവിടെ പോയി നിൽക്കണം അല്ലേ? അപ്പോഴാണ് നമ്മൾ ഈ ഒരു കൺസർവേഷൻ ഓഫ് എനർജി അപ്ലൈ ചെയ്യുക. ഈ കേസിൽ എന്താ സംഭവം? ഇയാൾ ഇങ്ങനെയാണ് അല്ലേ? ഇയാൾ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഇയാളിപ്പോൾ ഇവിടുന്ന് B എന്ന് പറഞ്ഞ പോയിന്റിലെത്തി അല്ലേ? ഇവിടുന്ന് B എന്ന് പറഞ്ഞ പോയിന്റിലെത്തി. എത്ര ഹൈറ്റ് പോയാട്? h ഹൈറ്റ്, എക്സ്ട്രീം പൊസിഷനിലെത്തി. ഇതാരാണ്? ഇത് മീൻ പൊസിഷൻ. ഇതാരാണ്? എക്സ്ട്രീം അല്ലേ? ഇത് മീൻ പൊസിഷനും ഇത് എക്സ്ട്രീമും. അപ്പോൾ അയാൾ ടേൺ ചെയ്ത ആംഗിൾ എത്രയാണ്? θ. അപ്പോൾ എന്താ വരിക? ½ mv² ഈക്വൽ ടു mgh അല്ലേ? ഇയാൾ ഗ്രൗണ്ട് എന്നുള്ള ഹൈറ്റ്, മറ്റത് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഹൈറ്റ് നോക്കി h. ഇപ്പോൾ അയാൾ ഇത്ര ഹൈറ്റിലേ എത്തിയിട്ടുള്ളൂ അല്ലേ? ഈ ഹൈറ്റ് നോക്കിയാൽ പോരെ? ഈ ഹൈറ്റ് h അല്ലേ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്കല്ല നമ്മൾ ഹൈറ്റ് നോക്കുക, ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആണ് അല്ലേ? ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. അപ്പോൾ അത് h അല്ലെ? ഇനീഷ്യൽ പോയിന്റും ഫൈനൽ പോയിന്റ് h. അപ്പോൾ ½ mv² mgh ഉപയോഗിച്ചാൽ മതി. ക്ലിയർ ആണോ? അപ്പോൾ ഈ പോയിന്റിൽ എന്താണ്? ഓൺലി കൈനറ്റിക് എനർജി, അതാണ് ½ mv². ഇവിടെ എത്തിയപ്പോൾ എക്സ്ട്രീം പോയിന്റിൽ എത്തിയപ്പോൾ mgh. ഇത് ചിലപ്പോൾ അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് h-നെയും L-നെയും കണക്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ഈ ഹൈറ്റ് h, ബാക്കി ഹൈറ്റ് L-h വരും, ശരിയല്ലേ? കാരണം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് L ആണ്, ഈ ഹൈറ്റ് h പോയി, ബാക്കി ഹൈറ്റ് എത്ര വരും? L-h. അപ്പോൾ ഈ ചിത്രത്തിൽ cos θ ആര് വരും? cos θ ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ്. അവിടെ ഹൈപ്പോട്ടനസ് L അല്ലേ? ഈ ഹൈപ്പോട്ടനസ് എന്ന് പറഞ്ഞാൽ L തന്നെയാണ് വരിക അല്ലെ? ഈ ലെങ്ത്തിന് ഒരു മാറ്റം ഇല്ലല്ലോ. പക്ഷെ അഡ്ജസൻറ്റ് സൈഡ് ആരാണ്? L-h. അപ്പോൾ L-h/L വരും. അതിന് h കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ? അപ്പോൾ ചില ക്വസ്റ്റിൽ എന്ത് ചെയ്യും? ഡയറക്റ്റ് ആയിട്ട് L-ലായിരിക്കും ആൻസർ ഉണ്ടാവുക, h ഉണ്ടാവില്ല. അപ്പോൾ അത് കണക്ട് ചെയ്യാനുള്ള ഇക്വേഷൻ എന്താണ്? cos θ = L-h/L. cos θ = L-h/L. ക്ലിയർ അല്ലേ? അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ സ്പീഡ് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല ഉണ്ട്. v = √2gl × 1 - cos θ. ഏത് ഇൻസ്റ്റന്റിലെ സ്പീഡ് ചോദിച്ചാലും അല്ലേ? ഈ സിമ്പിൾ പെനിൽ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഏത് ഇൻസ്റ്റന്റിലെ സ്പീഡ് ചോദിച്ചാലും ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഫോർമുല എന്താണ്? v = √2gl × 1 - cos θ. ക്ലിയർ അല്ലേ? √2gl × 1 - cos θ. അപ്പോൾ ഇതാണ് കൺസർവേഷൻ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്. ഇവിടെ നമ്മൾ ന്യൂമറിക്കൽസ് പറഞ്ഞില്ല എന്നുള്ളതൊക്കെ ഓരോ ന്യൂമറിക്കൽസിന് തുല്യമാണ് അല്ലേ? നമ്മൾ നമ്പേഴ്സ് ഇല്ല എന്നുള്ളതൊക്കെ ഇക്വേഷൻസ് ആണ്. ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിന് ഇക്വലൻ്റ് ആണ്. ക്ലിയർ? ഇനി അടുത്ത് നമുക്ക് 1-2 എക്സാമ്പിൾസ് നോക്കാം കൺസർവേഷൻ്റെ. When a long spring is stretched by when a long spring is stretched by 2 centimeter, its potential energy is U. Its potential energy is U. If the spring is stretched by
if the spring is stretched by 10 centimeter. If the spring is stretched by 10 centimeter, then potential energy is dash. അപ്പോൾ എന്താണത്? when a long spring is stretched by 2 centimeter, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? u. if the spring is stretched by 10 centimeter, പൊട്ടൻഷ്യൽ എനർജി എത്രയാണ്? അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് u dash ആണ് കണ്ടുപിടിക്കേണ്ടത്. in terms of u ലാണ് ഓപ്ഷൻ. അപ്പോൾ ആദ്യത്തെ എന്താ വരിക? u equal to half kx square അല്ലേ? അപ്പോൾ ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 2 സ്ക്വയർ വരും. ക്ലിയർ? ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു 2 സ്ക്വയർ. എന്തായാലും ഒറ്റ സ്പ്രിങ്ങേ ഉള്ളൂ, അപ്പോൾ അവിടെ സ്പ്രിങ് കോൺസ്റ്റന്റ് മാറൂല. അല്ല, ഒരു സ്പ്രിങ് തന്നെ 2 എക്സ്പാൻഷനാണ്. ആദ്യം 2 സെന്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്തു, പിന്നെ 10 സെന്റിമീറ്റർ. പക്ഷേ സ്പ്രിങ് മാറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ആര് മാറൂല? കെ ഒരിക്കലും മാറൂല. സ്പ്രിങ് മാറ്റിയാലേ ആര് മാറുള്ളൂ? സ്പ്രിങ് കോൺസ്റ്റന്റ് മാറുള്ളൂ. അപ്പോൾ അടുത്ത യു ഡാഷ് എന്താ വരിക? ഹാഫ് കെ 10 സ്ക്വയർ വരും. ഇത് ഇക്വേഷൻ 2. നമുക്ക് യു ഡാഷ് അല്ല കണ്ടുപിടിക്കേണ്ടത് ഇൻ ടേംസ് ഓഫ് യു. അപ്പോൾ 2/1 ചെയ്താൽ മതി. 2/1 ചെയ്യുമ്പോൾ യു ഡാഷ് ബൈ യു ഈക്വൽ ടു കോമൺ ടേംസ് ക്യാൻസൽ ചെയ്യാറൊക്കെ ഹാഫ് ക്യാൻസൽ, കെ ക്യാൻസൽ, എന്താ കിട്ടുക? 10 സ്ക്വയർ ബൈ 2 സ്ക്വയർ. അപ്പോൾ എത്ര കിട്ടുക? 100/4. 100/4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25. അപ്പോൾ യു ഡാഷ് എന്ത് കിട്ടും? 25 യു കിട്ടും. യു ഡാഷ് ഇസ് ഈക്വൽ ടു 25 യു കിട്ടും. ക്ലിയർ ആണോ? യു ഡാഷ് ഇസ് ഈക്വൽ ടു 25 യു കിട്ടും. ക്ലിയർ? ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. സ്പ്രിങ് വെച്ചിട്ടുണ്ട്, ഒരു ബോളുണ്ട്, മാസ് എം, എച്ച് ഹൈറ്റിൽ. ഓക്കെ, ഈ മാസ് 1 കിലോഗ്രാം. ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആയിട്ട് എഴുതുന്നില്ല, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എം 1 കിലോഗ്രാം, എച്ച് 40 സെൻറ്റിമീറ്റർ. എച്ച് 40 സെൻറ്റിമീറ്റർ. പ്ലാറ്റ്ഫോം spring is compressed by 10 centimeter, compressed by 10 centimeter. Calculate K. അപ്പോൾ ശ്രദ്ധിക്കുക, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, മനസ്സിലായല്ലോ അല്ലേ? ഇവിടെ ഒരു സ്പ്രിംഗ് സിസ്റ്റം ഉണ്ട് അല്ലേ? ആ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കെ. ഈ സ്പ്രിംഗ് സിസ്റ്റത്തിന്റെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് കെ. ഇവിടെ ഒരു മാസ് എം വെച്ചിട്ടുണ്ട്. എത്ര ഹൈറ്റിൽ? എച്ച് ഹൈറ്റിൽ. എന്നിട്ട് ഈ സാധനം താഴേക്ക് വീണു. താഴേക്ക് വീണപ്പോൾ ഈ സ്പ്രിംഗ് കുറച്ച് കംപ്രസ്സായി. അപ്പോൾ ഈ മാസ് എന്നിട്ട് 1 കിലോഗ്രാം ആണ്. ഈ ഹൈറ്റ്, ഇയാൾ ഇരിക്കുന്ന ഹൈറ്റ് 40 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? പിന്നെ ഈ മാസ് ഇവിടെ പോയി വീണപ്പോൾ ഈ സ്പ്രിങ് കുറച്ച് കംപ്രസ് ചെയ്തു അല്ലേ? ഈ മാസ് 1 കിലോഗ്രാമുള്ള മാസ് ഇവിടെ പോയി വീണപ്പോൾ ഈ സ്പ്രിങ് കുറച്ച് കംപ്രസ്സായി, 10 സെന്റിമീറ്റർ കംപ്രസ്സായി. ഈ കെ കണ്ടുപിടിക്കണം. നമുക്കറിയാം ഈ സ്പ്രിങ് എത്ര കംപ്രസ്സായി അല്ലേ? എച്ച് ഹൈറ്റ് ഓൾറെഡി ഉണ്ട്, പിന്നെ ഈ സ്പ്രിങ് എക്സ് എമൗണ്ട് കംപ്രസ്സും ആയി അല്ലേ? അപ്പോൾ ഇവിടുത്തെ ടോട്ടൽ വർക്ക് എത്രയാണ്? നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല mg(h+x) അല്ലേ? എടാ ഓൾറെഡി ഇയാൾ വർക്കാണ്. വർക്ക് എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് എം ജി ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി എച്ച് ഉണ്ട്, പിന്നെ എക്സ് എമൗണ്ട് കൂടി ഇയാളെ കംപ്രസ്സായി. നമ്മൾ നേരത്തെ തിയറി പറഞ്ഞല്ലേ, അതേ സംഭവം തന്നെ. ഈ എന്താണ്? എച്ച് ഓൾറെഡി ഡിസ്പ്ലേസ്മെൻറ്റ് വരാനുണ്ട് ഈ മാസിന്. പിന്നെ ഇടിച്ചതിന് ശേഷം ഈ സ്പ്രിങ് എക്സ് താഴേക്ക് പോകും, എക്സ് എമൗണ്ട്. അപ്പോൾ ഈ ബ്ലോക്ക് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ h+x അല്ലേ? ഈ എച്ചും ഈ എക്സും h+x. അത് കാരണം ഈ സ്പ്രിങ്ങിന് കിട്ടിയ എനർജി എന്തായിരിക്കും? ½kx². ശരിയല്ലേ? കാരണം സ്പ്രിങ്ങിന് കിട്ടിയ എനർജി ½ kx² ആണ്. കാരണം സ്പ്രിങ് ആകെ എക്സ് എമൗണ്ട് എക്സ്പാൻഡ് കംപ്രസ് ചെയ്തിട്ടുള്ളൂ അല്ലേ? എച്ച് പുറത്തുള്ളതാണ്. ക്ലിയർ? അപ്പോൾ mg(h+x) = ½ kx². അപ്പോൾ mg ഇവിടെ ഇങ്ങോട്ടേക്കുള്ള ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് h+x ഈക്വൽ ടു സ്പ്രിങ്ങിൽ പ്രൊസസ് ചെയ്ത എനർജി, അത് ½ kx². ആരെ കണ്ടുപിടിക്കേണ്ടത്? കെ ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പോൾ എം എത്രയാണ്?
1 ഇൻറ്റു 10 ഇൻറ്റു എച്ച് പ്ലസ് എക്സ് എത്രയാണ് എച്ച് 40, എക്സ് എത്രയാണ് എക്സ് 10, എക്സ് 10 സെൻറ്റിമീറ്റർ, അപ്പോൾ 50 വരും. അപ്പോൾ 50 ഇൻറ്റു 10⁻² വരും. കാരണം സെൻറ്റിമീറ്ററിനെ മാറ്റണ്ടേ. 50 ഇൻറ്റു 10⁻² ഈക്വൽ ടു ഹാഫ് ഇൻറ്റു കെ ഇൻറ്റു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്ര വരിക 100 സെൻറ്റിമീറ്റർ സ്ക്വയർ വരില്ലേ. അപ്പോൾ 100 ഇൻറ്റു 10⁻⁻4 വരും. ശരിയല്ലേ. എക്സ് 10 സെൻറ്റിമീറ്റർ, അപ്പോൾ 10 ഇൻറ്റു 10⁻⁻² അതിൻ്റെ സ്ക്വയർ, അപ്പോൾ 100 ഇൻറ്റു 10⁻⁻4. അപ്പോൾ കെ എത്ര കിട്ടുക കെ ഈക്വൽ ടു 2 ഇങ്ങോട്ട് വരും. 2 ഇൻറ്റു 10 ഇൻറ്റു 50 ഇൻറ്റു 10⁻⁻² ഡിവൈഡിങ് ബൈ 100 ഇൻറ്റു 10⁻⁻4. ശരിയല്ലേ. കെ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 100 ഇൻറ്റു 10⁻⁻4 അല്ലേ. അപ്പോൾ ഈ 0 ക്യാൻസൽ, ഈ 0 ക്യാൻസൽ. ക്ലിയർ. അപ്പോൾ എത്ര കിട്ടുക ഇത് 5 ഇൻറ്റു 2 10, അപ്പോൾ 10 ഇൻറ്റു 10⁻⁻² അല്ലേ. പിന്നെ ഈ 10⁻⁻4 മേലെ പോകുമ്പോൾ +4 വരും അല്ലേ. അപ്പോൾ 10⁻5 കിട്ടി, 10⁻5ഉം 2, അപ്പോൾ 10⁻3 ആണ് ന്യൂട്ടൺ പെർ മീറ്റർ. 10⁻3 ന്യൂട്ടൺ പെർ മീറ്റർ വരും. ശരിയല്ലേ. 1000 വരും ആൻസർ. ക്ലിയർ. ആൻസർ കൊടുത്തിട്ടുള്ള ഓപ്ഷൻ 1000 ആണ്. ഓക്കെ. എത്ര ക്വസ്റ്റ്യൻ കൂടി നോക്കാം. എ ബോബ് ഓഫ് പെൻഡുലം released from horizontal position, released from horizontal position, length L is equal to 2 meter. Pendulum length L is equal to 2 meter. What is the speed? What is the speed? Bob arrived at lower point. What is the speed? Bob arrived at lower point. Assume 10% of energy dissipated. 10% of energy dissipated against air resistance. അപ്പോൾ ശ്രദ്ധിക്കുക എന്താ ക്വസ്റ്റ്യൻ. എ ബോബ് ഓഫ് എ പെൻഡുലം റിലീസ്ഡ് ഫ്രം ഹൊറിസോണ്ടൽ. എടാ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോൾ സിമ്പിൾ അല്ലെങ്കിൽ ഇതാണ് ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അല്ലേ. എക്സിൽ വരുന്നതല്ലേ ഹൊറിസോണ്ടൽ എന്ന് പറഞ്ഞാൽ അല്ലേ. എ ബോബ് ഓഫ് പെൻഡുലം ഈസ് റിലീസ്ഡ് ഫ്രം ഹൊറിസോണ്ടൽ. ഇവിടെ നിന്നാണ് ആ പെൻഡുലം വിടുന്നത്. ദാറ്റ് മീൻസ് ഈ പെൻഡുലം എങ്ങനെയാണ് ഇരിക്കുന്നത് ആദ്യം. ഓക്കെ. ഹൊറിസോണ്ടലി. ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? പെൻഡുലത്തിന് ലെങ്ത് കൊടുത്തിട്ടുണ്ട് 2 മീറ്റർ ആണ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ദ ബോബ് അറൈവ് അറ്റ് ലോവർ പോയിന്റ്? ലോവർ പോയിന്റ് എന്ന് പറയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ പെൻഡുലം ഇവിടെ എത്തി. ഇതാണ് ലോവർ പോയിന്റ് അല്ലെ. കുറച്ച് കഴിയുമ്പോൾ പെൻഡുലം ഇവിടെ എത്തി. ഇവിടുന്ന് റിലീസ് ചെയ്ത ഹൊറിസോണ്ടൽ പൊസിഷനിൽ റിലീസ് ചെയ്ത പെൻഡുലം കുറച്ച് കഴിയുമ്പോൾ ഇവിടെ എത്തും. ഇതാണ് ലോവർ പോയിന്റ്, മീൻ പൊസിഷൻ അല്ലേ. അപ്പോൾ ഇയാൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. ഇവിടെ എത്തുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി, അങ്ങനെ എത്തുമ്പോൾ കൈനറ്റിക്കായി മാറും ഇവിടെ എത്തുമ്പോൾ അല്ലേ. പക്ഷെ എന്താ പ്രശ്നം? 10% എനർജി എയർ റെസിസ്റ്റൻസ് ആയിട്ട് നഷ്ടപ്പെട്ടു അല്ലേ. അപ്പോൾ ഫുൾ ഇവിടെ എന്താ എനർജി ഉണ്ട് ശരിക്കും? എടാ ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ ആരുണ്ട്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ട് MgL അല്ലേ. കാരണം L ഹൈറ്റിലാണ് ഇയാളുള്ളത്, സർഫേസിന് L ഹൈറ്റിലാണ് ഇയാളുള്ളത്. L എന്ന് പറഞ്ഞാൽ ലെങ്ത്, അതല്ല ഹൈറ്റ്. അപ്പോൾ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിൽ MgL ഉണ്ട്. അത് ഇവിടെ എത്തുമ്പോൾ എന്തായി മാറും? 12mv² ആയി മാറും അല്ലേ. ഈ പൊട്ടൻഷ്യൽ എനർജി ആരായിട്ട് കൺവേർട്ട് ചെയ്യും? കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ MgL ഫുള്ളായിട്ട് ആരായിട്ട് മാറുന്നില്ല? 12mv² ആയി മാറുന്നില്ല. ക്വസ്റ്റ്യൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? അസ്യൂം 10% ഓഫ് എനർജി. അത് ഈ എയർ റെസിസ്റ്റൻസ് കാരണം 10% നഷ്ടപ്പെട്ടു. അപ്പോൾ MgL ഫുള്ളായിട്ട് അയാൾക്ക് കിട്ടുമോ? ഇല്ല, 10% നഷ്ടപ്പെട്ടു. ബാക്കി എത്ര കിട്ടും ഇയാൾക്ക്? എടാ 90% കിട്ടൂലേ. കാരണം 10% നഷ്ടപ്പെട്ടത്. ഇവിടെയുള്ള എനർജിയുടെ 10%. ഇവിടെ MgL എന്നുള്ള എനർജി ഉണ്ട്, അത് ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോൾ ഫുള്ളായിട്ട് കൈനറ്റിക് എനർജി ആയിട്ട് കൺവേർട്ട് ആവുന്നില്ല. അതിൻ്റെ 10% നഷ്ടപ്പെട്ടു. അപ്പോൾ ഇയാളെ ഇപ്പോൾ എത്ര ഉണ്ട്? 90% ഇയാളെ ഇല്ലേ, 10 നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ എന്തുണ്ടാവും? 90% ഓഫ് MgL ഈക്വൽ ടു 12mv².
മനസ്സിലായോ? ഇതാണ് ഉപയോഗിക്കേണ്ട ഫോർമുല. MgL ഫുള്ളായിട്ട് കിട്ടൂല, കാരണം 10% നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ 90% കിട്ടിയിട്ടുണ്ടാവും അല്ലേ? 10% പോയിട്ടുള്ളൂ, 90% കിട്ടും. അപ്പോൾ 90% ഓഫ് MgL ഈക്വൽ ടു ഹാഫ് mv². 90% എന്ന് പറഞ്ഞാൽ 90/100 ഇൻറ്റു MgL ഈക്വൽ ടു ഹാഫ് mv². m ക്യാൻസൽ അല്ലേ? m ക്യാൻസൽ 90/10. അപ്പോൾ എത്ര കിട്ടുക? 9/10 ഇൻറ്റു ജീൻ്റെ വാല്യൂ നമുക്ക് 10 കൊടുക്കാം അല്ലേ? ജി നമുക്ക് 10 എടുക്കാം. ലെങ്ത് ക്വസ്റ്റ് തന്നിട്ട് എത്രയാണ്? 2 ഈക്വൽ ടു എന്താ വരിക? v²/2 അല്ലേ? അപ്പോൾ v² എന്ത് കിട്ടും? അല്ലേ? v² എന്ന് പറഞ്ഞാൽ 9/10 ഇൻറ്റു 10 ഇൻറ്റു ഈ 2 ഇങ്ങോട്ട് വരും 4. ഈ 10 ക്യാൻസൽ. v² ഇസ് ഈക്വൽ ടു 36. v എത്ര കിട്ടും? 6 m/s അല്ലേ? ശ്രദ്ധിക്കുക, അടുത്ത എക്സാമ്പിൾ. 2 സ്പ്രിംഗ് A and B having spring constant Ka and Kb. Ka and Kb. Ka is equal to 2 Kb. അപ്പോൾ 2 spring A and B having spring constant K and Kb. Ka is equal to 2 Kb stretched by equal forces. Stretched by equal forces. Stretched by equal forces. UA/UB ഇതിൻ്റെ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അവരെ പൊട്ടൻഷ്യൽ എനർജി സ്റ്റോർ ചെയ്ത റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ എന്താണ്? 2 സ്പ്രിംഗ് A and B ഹാവിങ് സ്പ്രിംഗ് കോൺസ്റ്റന്റ് Ka Kb. Ka എത്രയാണ് പറഞ്ഞത്? 2 times Kb ആണ്. Ka 2 times Kb സ്ട്രെച്ച്ഡ് ബൈ ഈക്വൽ ഫോഴ്സ്. രണ്ടിലും അപ്ലൈ ചെയ്ത ഫോഴ്സ് എന്താണ്? ഈക്വൽ. F സെയിം. UA/UB അവരെ എനർജീൻ്റെ റേഷ്യോ. അപ്പോൾ UA എങ്ങനെയാണ്? UA/UB ഈക്വൽ ടു എന്ത് വരും? ഹാഫ് KaXA² ഡിവൈഡിങ് ബൈ ഹാഫ് KbXb². ശരിയല്ലേ? കാരണം ഹാഫ് KX² ആണ് എനർജീൻ്റെ ഫോർമുല. അപ്പോൾ UA/UB ഈസ് ഈക്വൽ ഹാഫ് KaXA² ഡിവൈഡിങ് ബൈ ഹാഫ് KbXb². പക്ഷെ ഇതിൽ നമുക്കറിയാം റേഷ്യോ എടുക്കുമ്പോൾ ആര് ക്യാൻസലാവും? ഹാഫ് ക്യാൻസലാവും. പ്രശ്നമില്ല. പിന്നെ കെയും കെബിയും നമ്മൾ റിലേഷൻ പറഞ്ഞിട്ടുണ്ട്, അത് സബ്സ്റ്റിറ്റ്യൂട്ട് അവരും പോയി. പക്ഷേ എക്സിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ എക്സ് എങ്ങനെ കണ്ടുപിടിക്കുക? വേറൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് അവർ. എന്താണ് സെയിം? ഫോഴ്സ് സെയിം ആണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അപ്പോൾ എന്താണ് ഫോഴ്സിൻ്റെ ഫോർമുല? F is equal to Kx അല്ലേ? F is equal to Kx അല്ലേ? അതല്ല റീസ്റ്റോറിങ് ഫോഴ്സിൻ്റെ ഫോർമുല. F is equal to Kx. നമുക്ക് അറിയാത്തത് എക്സ് അല്ലേ? ഇവിടെ ക്വസ്റ്റ്യൻ തരാത്തത് എക്സ് അല്ലേ? അപ്പോൾ എക്സിന് വരെ എന്തെടുക്കുക? എക്സിന് പകരം F/K എടുക്കുക. എക്സിന് പകരം F/K എടുക്കുക. ക്ലിയർ? അപ്പോൾ ഇതിൽ ഹാഫ് ക്യാൻസൽ. ക്ലിയർ? അപ്പോൾ UA/UB ഈക്വൽ ടു Ka ഇൻറ്റു XAക്ക് വരെ എന്തെടുക്കുക? രണ്ടിൻ്റെയും ഫോഴ്സ് സെയിം ആണ്. അപ്പോൾ എന്തെടുക്കുക? F²/Ka² എടുത്തൂടെ? ശരിയല്ലേ? എടാ Ka ഓൾറെഡി ഇവിടെ ഉണ്ട്. X എന്ന് പറഞ്ഞാൽ F/K. ഫോഴ്സ് സെയിം ആണ് അല്ലേ? ഫോഴ്സ് സെയിം ആയതുകൊണ്ട് XA² വരെ F²/Ka² ഡിവൈഡിങ് ബൈ ഇവിടെ Kb ഉണ്ട്. Kb ഇൻറ്റു F² ആര് വരും? XBക്ക് വരും Kb². ക്ലിയർ ആണോ? എടാ മനസ്സിലായോ സംഭവം? ജസ്റ്റ് XAക്ക് വരം F/Ka ² XBക്ക് വരം F/Kb. രണ്ടാളെ ഫോഴ്സും സെയിം ആണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ഇതിൽ ഒരു Ka ക്യാൻസൽ ആവും അല്ലേ? പിന്നെ ഇവിടെ ഒരു Kb ക്യാൻസൽ ആവും. ക്ലിയർ? അവനെ ബാക്കി ആരുണ്ടാവും? F²/Ka ഉണ്ട് ഇവിടെ അല്ലേ? പിന്നെ ആരുണ്ട്? F²/Kb. ആ Kb മുകളിലും പോകും. അപ്പോൾ ഈ F² ക്യാൻസൽ ആവും. ചുരുക്കി പറഞ്ഞാൽ UA/UB ആരേ ഉണ്ടാവുള്ളൂ? UA/UB എന്ന് പറഞ്ഞാൽ ആരേ ഉണ്ടാവുള്ളൂ? Kb/Ka. ശരിയല്ലേ? വേറെ റിലേഷൻ ആയിട്ടില്ലേ? Ka ആരാണ്? 2 Kb. അപ്പോൾ Kb/Kaക്ക് വരം 2 Kb.
2 kb, kb ക്യാൻസൽ 1:2. അല്ല ഇവിടെ റേഷ്യോ എന്താ കിട്ടുക 1/2 അല്ലെങ്കിൽ 1:2 കിട്ടും. ക്ലിയർ ആണോ? ജസ്റ്റ് kx², എക്സ് അറിയാത്തതുകൊണ്ട് f/k, എഫ് സെയിം ആയതുകൊണ്ട് കെ എ കെ ബി എടുത്ത് സോൾവ് ചെയ്യാനുള്ളൂ. ക്ലിയർ? ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ വർക്ക് പറഞ്ഞു, എനർജി പറഞ്ഞു, അല്ലേ, കൺസർവേഷനൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് പവറാണ്. ഓക്കെ, സോ അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പവർ. കാരണം പവർ എന്താണ് ശരിക്കും? റേറ്റ് ഓഫ് ഡൂയിങ് വർക്കാണ്, അല്ലേ? സോ പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എന്താണ്? W/T ഓർ dW/dt, റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക്. അതിന് നമ്മുടെ സാധനം എന്ത് പറയുക? പവർ, അല്ലേ? അപ്പോൾ പവർ എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ഇത് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും ഇത് ആവറേജ് പവറാണ്, വർക്ക് ബൈ ടൈം. ഇതെന്താണ് ശരിക്കും? ഇൻസ്റ്റൻറ്റേനിയസ് പവറുമാണ്, അല്ലേ? അപ്പോൾ നമ്മൾ വർക്ക് ബൈ ടൈം എന്ന് എഴുതിയാൽ ശരിക്കും ആവറേജ് പവർ എന്നാണ് മീനിങ്. dW/dt എഴുതി എന്താ അർത്ഥം? ഇൻസ്റ്റൻറ്റേനിയസ് പവർ. നമുക്കറിയാം SI യൂണിറ്റ് വാട്ട്, ഡയമെൻഷൻ 1 HP, 746 വാട്ട്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സാധാരണ ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കാം. ഗ്രാഫ് ഉണ്ട്, W അതേപോലെ തന്നെ T. അപ്പോൾ ഇതിൻ്റെ എന്ത് കാണണം? സ്ലോപ്പ് കാണണം, അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ വർക്ക്, ഈ ഗ്രാഫ് ഇപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇങ്ങനെ ഒരു ഗ്രാഫ് ഇങ്ങനെ കിട്ടിയാൽ ഇയാളെ സ്ലോപ്പ് കണ്ടാൽ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് എങ്ങനെയാണ്? y/x. y/x എന്നാൽ dW/dt. dW/dt നമുക്ക് എന്ത് കിട്ടും? ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടും. ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടും. ക്ലിയർ? അപ്പോൾ വർക്കും ടൈമും തമ്മിലുള്ള ഗ്രാഫ് ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ എന്ത് കണ്ടാൽ മതി? സ്ലോപ്പ് കണ്ടാൽ മതി. സ്ലോപ്പ് എന്താണ്? y/x, വർക്ക് ബൈ ടൈം. അപ്പോൾ നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് പവർ കിട്ടും. ഇനി മൊത്തത്തിൽ നോക്കുകയാണെങ്കിലോ, ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കിയാലോ, അപ്പോഴാണ് നമുക്ക് ആവറേജ് പവർ കിട്ടുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുക? ആവറേജ് പവറും കിട്ടും. ഏതെങ്കിലും ഒരു പോയിന്റിൽ നോക്കിയാൽ ഇൻസ്റ്റൻറ്റേനിയസ് കിട്ടും. ക്ലിയർ? അല്ലാത്ത കേസിൽ ആവറേജ് കിട്ടും. ഇനി ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിലോ കോൺസ്റ്റൻറ്റ് പവർ കിട്ടും. ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ എന്ത് കിട്ടും? കോൺസ്റ്റൻറ്റ് പവറും കിട്ടും. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം ഇതിൽ നിന്ന് dW നമുക്ക് എങ്ങനെയാണ് കാണുക? dW = PdT, അല്ലേ? dW = PdT. അപ്പോൾ W ആണോ? ഇൻ്റഗ്രൽ PdT ചെയ്താൽ മതി. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ഡിഫറൻസിയേഷൻ വരുന്നുണ്ട്, ഇൻ്റഗ്രേഷൻ വരുന്നുണ്ട്. ഇത് ഡിഫറൻസിയേഷൻ ആണ്, അല്ലേ? പവർ, ഇൻസ്റ്റൻറ്റേനിയസ് പവർ കണ്ടുപിടിക്കാൻ dW/dt ഡിഫറൻസിയേഷൻ ആണ്. ഇവിടെ സ്മോൾ വർക്ക് dW = ആരാവും? PdT. ടോട്ടൽ വർക്കാണ് ഇൻ്റഗ്രൽ PdT, അല്ലേ? ഇത് നമുക്ക് ആരുമായിട്ട് കണക്ട് ചെയ്യുക? ΔK, വർക്ക് എനർജി തിയറം. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ക്ലിയർ? കാരണം ഡയറക്റ്റ് പവർ ആയിരിക്കും തന്നിട്ടുണ്ടാവുക, എന്നിട്ട് അത് വർക്ക് എനർജി തിയറവുമായിട്ട് കണക്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? സ്മോൾ വർക്ക് dW = PdT. ടോട്ടൽ വർക്കാണ് ഇൻ്റഗ്രൽ PdT. ടോട്ടൽ വർക്കാണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി തുല്യമാണ്. ഒരു പ്രാവശ്യം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കൈനറ്റിക് എനർജിയും പവറും കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ. അതിന് ഇതാണ് ഉപയോഗിക്കേണ്ടത്. ഇൻ്റഗ്രൽ PdT = ΔKE. അപ്പോൾ നമ്മൾ സാധാരണ ഇൻ്റഗ്രേഷനിൽ എപ്പോഴും ആർക്ക് തുല്യമാണ്? ഏരിയയ്ക്ക് തുല്യം. അപ്പോൾ പവർ ടൈം ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ പവർ ടൈം ഗ്രാഫിൻ്റെ ഏരിയ ഉണ്ടാ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഏരിയ ആണെങ്കിൽ മൾട്ടിപ്ലൈ അല്ലേ? പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഏരിയ അണ്ടർ പവർ ടൈം ഗ്രാഫ് ആരായിരിക്കും? വർക്കായിരിക്കും. ഏരിയ ഓഫ് PT ഗ്രാഫ് എന്ത് കിട്ടും? വർക്ക് കിട്ടും. ആ വർക്ക് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും. ക്ലിയർ? അപ്പോൾ അതൊക്കെ അറിഞ്ഞിരിക്കണം. ഇത് ഡിഫറൻസിയേഷൻ. വർക്ക് ബൈ ടൈമിൻ്റെ സ്ലോപ്പ് കാണാം, അപ്പോൾ പവർ കിട്ടും. പവർ ടൈം ഗ്രാഫിൻ്റെ ഏരിയ ആണ് മൾട്ടിപ്ലിക്കേഷൻ, പവർ ഇൻറ്റു ടൈം. അപ്പോൾ ഏരിയ അണ്ടർ പവർ ടൈം ഗ്രാഫ് എപ്പോഴും ആർക്ക് തുല്യമാണ്? വർക്കിന് തുല്യമാണ്. ക്ലിയർ? പിന്നെ വർക്ക് ഫംഗ്ഷൻ തരികയാണെങ്കിൽ ഗ്രാഫ് തന്നാൽ ഏരിയ കാണാം. പവർ ടൈം ഗ്രാഫ് തന്നാൽ ഏരിയ കണ്ടാൽ നിങ്ങൾക്ക് വർക്ക് കിട്ടും. പവറിൻ്റെ ഒരു ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ജസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആരെ കിട്ടും? വർക്ക് കിട്ടും. ക്ലിയർ? പിന്നെ അതേപോലെ നമ്മൾ സാധാരണ ഈ പവറിനെ റീപ്ലേസ് ചെയ്യുന്ന വേറൊരു ഫോമുലയാണ് പവർ ഈക്വൽ ടു എന്താണ് കിട്ടിയത്? ഇപ്പോൾ ഇവിടെ വർക്ക് ബൈ ടൈം അല്ലേ? വർക്കിന് പകരം F.S/T എന്ന് എഴുതാം. F.S/T ആരാണ്? S/T ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, വെലോസിറ്റി. അപ്പോൾ F.V ഉപയോഗിക്കാറുണ്ട്, അല്ലേ? പവറിന് F.V അല്ലെങ്കിൽ FV cos θ, അല്ലെ? പവറിന് F.V അല്ലെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? FV cos θ ഉപയോഗിക്കാറുണ്ട്. ക്ലിയർ അല്ലേ? അപ്പോൾ സാധാരണ തീറ്റ വാല്യൂ 0 വരുമ്പോൾ നമ്മൾ പവർ എന്ത് ഉപയോഗിക്കാറുണ്ട്? FV ഉപയോഗിക്കാറുണ്ട്, അല്ലേ? സാധാരണ തീറ്റ വാല്യൂ 0 വരുന്ന കേസിൽ പവർ P = FV ഉപയോഗിക്കാറുണ്ട്, അല്ലേ? തീറ്റ 0 ആവുന്ന കേസിൽ cos 0 1 അല്ലേ? അപ്പോഴാണ് നമ്മൾ സാധാരണ പവറിന് FV എന്നുള്ള ഫോമിൽ ഉപയോഗിക്കാറുണ്ട്. ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. പവർ = ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ ഇവിടെ 1-2 കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. നമ്മുടെ പവറിനെ കുറിച്ചാണ് പറയുന്നത്.
സോ നമ്മൾ സാധാരണ പവറിന് പി ഈസ് ഈക്വൽ എഫ് ഇൻറ്റു വി ഉപയോഗിക്കാറില്ലേ? എഫ് ഇൻറ്റു വി. ഇപ്പോൾ നമ്മൾ സാധാരണ കൺവെയർ ബെൽറ്റ് അങ്ങനെ മാസ് വാരിയിങ് കേസസിലൊക്കെ മാസ് വാരിയിങ് നമ്മൾ സാധാരണ ന്യൂട്ടൻ്റെ സെക്കൻഡിലോ രണ്ട് വിധത്തിൽ എഴുതാറില്ലേ? എഫ് സിക്കൽ എം എ എഴുതാറുണ്ട് അല്ലേ? അല്ലെങ്കിൽ എന്തോ എഴുതാറുണ്ട്? വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. ശരിയല്ലേ? രണ്ട് ഫോമുല ഉപയോഗിക്കാറുണ്ട്. നമ്മൾ സാധാരണ മാസ് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ എഫ് സീക്കൽ എം എ ഉപയോഗിക്കും. അതാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ചിലപ്പോൾ ഈ റോക്കറ്റ് പ്രൊപ്പൽഷൻ കൺവെയർ ബെൽറ്റ് അല്ലേ? റോക്കറ്റ് പ്രൊപ്പൽഷൻ എന്നൊക്കെ മാസ് ഇജക്റ്റ് ചെയ്യും. കൺവെയർ ബെൽറ്റിലൊക്കെ നമ്മളിങ്ങനെ മാസ് ആഡ് ചെയ്യും അല്ലേ? നമ്മൾ സാധാരണ എയർപോർട്ടിലൊക്കെ ലഗേജസ് ഇങ്ങനെ മൂവ് ചെയ്യാറില്ലേ? അപ്പോൾ ലഗേജ് ഇങ്ങനെ വീണ്ടും ആഡ് ചെയ്തുകൊണ്ടിരിക്കും, അപ്പോൾ മാസ് കൂടും. അപ്പോൾ ആ കേസിലൊക്കെ നമ്മൾ ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എങ്ങനെ അപ്ലൈ ചെയ്യുക? എഫ് സീക്കൽ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി ആണ് അല്ലേ? എഫ് സീക്കൽ വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാറുണ്ട്? മാസ് വാരിയിങ് കേസിൽ പവർ കണ്ടുപിടിക്കാനുള്ള ഫോമുല എന്താണ്? വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി. വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. മാസ് വാരിയിങ് ഇത് എപ്പോഴാണ് വരിക? റോക്കറ്റ് പ്രൊപ്പൽഷനോ ഫ്ലൂയിഡിൻ്റെ കേസിലൊക്കെ വരാം. ഫ്ലൂയിഡ് ഒരു പൈപ്പിലേക്ക് ഇങ്ങനെ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടുത്തെ മാസ് കൂടിക്കൊണ്ടേയിരിക്കും. അത് മൂവ് ചെയ്യുന്ന സ്പീഡ് സെയിം ആയിരിക്കും, മാസ് കണ്ടിന്യൂസ്ലി മാറും. അപ്പോൾ പൈപ്പ് എന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? വാളിലേക്കൊക്കെ വെള്ളം അടിക്കുന്ന സമയത്ത് ആ വെള്ളത്തിൻ്റെ സ്പീഡ് സെയിം ആയിരിക്കും, പക്ഷേ മാസ് കണ്ടിന്യൂസ്ലി മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ ഏത് ഫോമിൽ ഉപയോഗിക്കുക? പവർ ഈക്വൽ ടു എഫ് വി ആണ്. എഫിന് പകരം വി ഇൻറ്റു ഡി എം ബൈ ഡി ടി വരും. പിന്നെ ഒരു വി ഇൻറ്റു വി സ്ക്വയർ ഇൻറ്റു ഡി എം ബൈ ഡി ടി. ക്ലിയർ ആണോ? പിന്നെ നമ്മൾ സാധാരണ അടുത്തൊരു കേസ് കൊണ്ട് ഇഫ് എ മെഷീൻ ഗൺ, ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. ഇഫ് എ മെഷീൻ ഗൺ ഫയേഴ്സ് n bullets per second. If a machine gun fires n bullets per second, each of mass m, velocity v, velocity v. Our power കണ്ടുപിടിക്കാനുള്ള ഫോർമുല ഇൻസ്റ്റന്റേനിയസ് പവർ nm v സ്ക്വയർ. ആവറേജ് ആണെങ്കിൽ 1/2 nm v സ്ക്വയർ. 1/2 nm v സ്ക്വയർ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇതൊരു സ്പെഷ്യൽ കേസ്. നിങ്ങൾ ലോസ് ഓഫ് മോഷൻ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? n ബുള്ളറ്റ്സ് ഇജക്റ്റഡ് പെർ സെക്കൻഡ്. അപ്പോഴത്തെ ഫോഴ്സ് എപ്പോഴും nm v ആണ് വരിക. nm v. അതിൻ്റെ കൂടെ ജസ്റ്റ് ഒരു വിയും കൂടി വരും അല്ലെ? എഫ് ഇൻറ്റു വി എന്നുള്ള അർത്ഥത്തിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇഫ് എ മെഷീൻ ഗൺ ഫയേഴ്സ് n ബുള്ളറ്റ് പെർ സെക്കൻഡ്, ഈച്ച് ഓഫ് മാസ് m ആൻഡ് വെലോസിറ്റി v. അപ്പോൾ ഒരു മെഷീൻ ഗൺ ഉണ്ട്, n ബുള്ളറ്റ് പെർ സെക്കൻഡ്, ഓരോരുത്തരുടെ മാസ് m, വെലോസിറ്റി v ആണെങ്കിൽ അവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് പവർ കാണാൻ nm v സ്ക്വയർ ഉപയോഗിച്ചാൽ മതി. ഇൻസ്റ്റന്റ്, ഇതൊക്കെ ഓരോ കേസസിന്റെ ഫോർമുലയാണ്, ഷോർട്ട് കട്ടാണ്. അപ്പോൾ അത് പഠിക്കുക. അതേപോലെ ഇഫ് എ മെഷീൻ ഗൺ ഫയേഴ്സ് n ബുള്ളറ്റ് പെർ സെക്കൻഡ്, ഈച്ച് ഓഫ് മാസ് m, വെലോസിറ്റി v. അങ്ങനെ വന്നാൽ ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല nm v സ്ക്വയർ. ആവറേജ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല 1/2 nm v സ്ക്വയർ. എപ്പോഴും ആവറേജിന് ഒരു 1/2 വരും, കാരണം മാക്സിമം പ്ലസ് മിനിമം ബൈ 2 ആണ് വരിക. ഇത് മാക്സിമം ആണെങ്കിൽ മിനിമം 0 ആയിരിക്കും, ബൈ 2 വരും. അങ്ങനെയാണ് ആ 2 കയറി വരും. അപ്പോൾ എപ്പോഴും ആവറേജിന് ഒരു 2 ഉണ്ടായിരിക്കും അല്ലെ? മാക്സിമം പ്ലസ് മിനിമ ബൈ 2 ആണ് ആവറേജ്. മാക്സിമം ഇതായിരിക്കും, മിനിമം 0 ആയിരിക്കും. അതുകൊണ്ട് 1/2 nm v സ്ക്വയർ. ഇതാണ് എന്താണ്? ഇൻസ്റ്റന്റേനിയസ് പവർ. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ അടുത്തത് പവർ ഇൻ ഫ്ലൂയിഡ്. ശ്രദ്ധിക്കുക, അടുത്ത എന്താണ്? പവർ ഇൻ ഫ്ലൂയിഡ്. അപ്പോൾ നമ്മൾ ഇതേപോലത്തെ ഒരു പൈപ്പ്, നമ്മൾ നേരത്തെ ഒരു പൈപ്പിൽ കൈനറ്റിക് എനർജി കണ്ടുപിടിച്ചില്ലേ? അതേപോലെ തന്നെ അപ്പോൾ ഇതിൻ്റെ ഏരിയ ക്രോസ് സെക്ഷൻ എ, ഇതിലൊരു ലിക്വിഡ് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക, വെലോസിറ്റി v ആണെന്ന് വിചാരിക്കുക. പവർ ഇൻ ഫ്ലൂയിഡ്. അപ്പോൾ അതിൻ്റെ ഫോർമുല കണ്ടുപിടിക്കാൻ നമ്മൾ നേരത്തെ ഉപയോഗിച്ച ഫോർമുല P = F × V ആണ്. P = എന്താണ്? F × V, ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി. ഈ ഫോഴ്സ് വരെ നമുക്ക് എന്താണ്? നമുക്കറിയാം പൈപ്പിൻ്റെ അകത്തൊക്കെ ലിക്വിഡ് ഒരേ സ്പീഡിലാണ് പോവുക, മാസാണ് മാറുക അല്ലെ? ലിക്വിഡിൻ്റെ എമൗണ്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ എന്താണ് ചെയ്യുക? v സ്ക്വയർ ഇൻറ്റു dm ബൈ dt ആണ് അല്ലെ? പവർ P = F × V. എഫിന് വരെ നമുക്കറിയാം വാരിയിങ് മാസ് ആണെങ്കിൽ എഫ് എപ്പോഴും v × dm ബൈ dt ആയിരിക്കും. അപ്പോൾ v സ്ക്വയർ ഇൻറ്റു dm ബൈ dt. ഇത് ചിലപ്പോൾ റീപ്ലേസ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്? dmന് വരെ നമുക്ക് എന്താ എഴുതാം? ഡെൻസിറ്റി. ഡെൻസിറ്റി ഇൻറ്റു വോളിയം dv വരും. ഡെൻസിറ്റി ഇൻറ്റു dv വരും. ക്ലിയർ? ഇത് വോളിയാണ്, മാസ്. അപ്പോൾ എന്താ സംഭവിക്കുക? പവർ = v സ്ക്വയർ ഇൻറ്റു dmന് വരെ എന്താണ്? റോ വോളിയം ബൈ dt അല്ലേ? ഇത് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിങ് പെർ സെക്കൻഡ്, അത് AVക്ക് തുല്യമാണ്.
എടാ dv/dt എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ് വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിങ് പെർ സെക്കൻഡ് ആണ് ഈ ടേം. വോളിയം ഓഫ് ലിക്വിഡ്, ഇത് വെലോസിറ്റി മാറിപ്പോയത്. വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിങ് പെർ സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അനുസരിച്ച് ഏരിയ ഇൻറ്റു വെലോസിറ്റിയാണ്. അങ്ങനെയാണ് പവർ എന്ത് കിട്ടുക? P ഈക്വൽ ടു എന്താ കിട്ടുക? A V ക്യൂബ് V സ്ക്വയർ ഒരു V ക്യൂബ് റോ അല്ലേ? ഇത് ഇൻസ്റ്റന്റേനിയസ് ആണ്. അപ്പോൾ ഇൻസ്റ്റന്റേനിയസ് പവർ A V ക്യൂബ് റോ. ക്ലിയർ? ഇൻസ്റ്റന്റേനിയസ് പവർ A V ക്യൂബ് റോ. ക്ലിയർ ആണോ? അപ്പോൾ V സ്ക്വയർ ഇൻറ്റു dm/dt അല്ലേ? ആ മാസിന് പകരം ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വോളിയം ബൈ ടൈം എപ്പോഴും വോളിയം ഓഫ് ലിക്വിഡ് ഫ്ലോവിങ് പെർ സെക്കൻഡ് AV ആണ്. ഇത് ഫ്ലൂയിഡ്സിലാണ് വരിക. അപ്പോൾ V സ്ക്വയർ V ക്യൂബ്. അപ്പോൾ A V ക്യൂബ് റോ. ഇത് ആവറേജ് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആവറേജ് കാണാൻ പറഞ്ഞാൽ 1/2 A V ക്യൂബ് റോ. P ആവറേജ് സീക്കർ 1/2 A V ക്യൂബ് റോ ആണ് അല്ലേ? 1/2 വരും ആവറേജ് കാണാൻ പറഞ്ഞാൽ. ഓക്കെ. അതേപോലെ തന്നെ ഇത് റിഫ്ലക്ട് ബാക്ക് ആണെങ്കിൽ ഇവിടെ പോയി ഇടിച്ചു തിരിച്ചിങ്ങോട്ട് തന്നെ വരികയാണെങ്കിൽ ഈ ഇൻസ്റ്റന്റേനിയസ് പവർ 2 ടൈംസ് വരും A V ക്യൂബ് റോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക. സാധാരണ ഇതാണ് ഫ്ലൂയിഡ്, ഇയാൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ ഇൻസ്റ്റന്റേനിയസ് പവർ ആണ് ഏത് ഫോമിൽ ഉപയോഗിച്ചാൽ മതി? A V ക്യൂബ് റോ. ഇൻസ്റ്റന്റേനിയസ് പവർ കണ്ടുപിടിക്കാൻ A V ക്യൂബ് റോ. ഇയാളെ ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു 1/2 എപ്പോഴും വരും, മാക്സിമം പ്ലസ് മിനിമം ബൈ 2. അപ്പോൾ 1/2 A V ക്യൂബ് റോ. ഇനി ഇവിടെ ഒരു വാൾ ഉണ്ട് എന്ന് വിചാരിക്കുക. വാൾ ഉണ്ടെങ്കിൽ ഇയാൾ ഇടിച്ച് തിരിച്ചിങ്ങോട്ട് തന്നെ വരും അല്ലേ? അവിടെ ഇടിച്ചു തിരിച്ചിങ്ങോട്ട് തന്നെ വരും. റിഫ്ലക്ട് ബാക്ക്. ഇതെന്താണ്? റിഫ്ലക്ട് ബാക്ക് ആണ്. ഇടിച്ചിട്ട് തിരിച്ചു വരിക. അപ്പോൾ 2 ടൈംസ് വരും. 2 A V ക്യൂബ് റോ. ക്ലിയർ ആണോ? അടുത്തതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം അതേപോലെ തന്നെ വെലോസിറ്റി ടൈം വെൻ കോൺസ്റ്റന്റ് പവർ അപ്ലൈഡ്. അപ്പോൾ റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ടൈം, ഇത് എക്സാമിന് മുമ്പ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 2-3 തവണ ചോദിച്ചിട്ടുണ്ട്. ഈ വെലോസിറ്റിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത എന്താണ്? റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം, വെലോസിറ്റി ആൻഡ് ടൈം വെൻ കോൺസ്റ്റന്റ് പവർ കോൺസ്റ്റന്റ് ആണ്, സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് ആണ്. ക്ലിയർ? അപ്പോൾ അതാണ് കണ്ടീഷൻ. അപ്പോൾ അത് എഴുതുക. റിലേഷൻ ബിറ്റ്വീൻ ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ടൈം അല്ലെങ്കിൽ അതേപോലെ തന്നെ വെലോസിറ്റി ആൻഡ് ടൈം വെൻ കോൺസ്റ്റന്റ് പവർ അപ്ലൈഡ് സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ്. സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? U എപ്പോഴും 0 വരും അല്ലെ? സ്റ്റാർട്ടിങ് ഫ്രം റെസ്റ്റ് എന്ന് പറയുമ്പോൾ U എപ്പോഴും എന്തായിരിക്കും? 0. അപ്പോൾ ആദ്യം നമുക്ക് പവറിന്റെ ഫോർമുല എഴുതാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പവർ ഇസ് ഈക്വൽ എന്താണ്? വർക്ക് ബൈ ടൈം. വർക്കിന് വേണം നമുക്ക് എന്താ എഴുതാം? എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അല്ലെ? നമ്മൾ ആംഗിളൊക്കെ 0 ഒക്കെ അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? MAS/T അല്ലെ? MAS/T. F എന്ന് പറഞ്ഞാൽ ന്യൂട്ടന്റെ ലോ അനുസരിച്ച് MAS/T. ക്ലിയർ? ഈ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? കാരണം ഇത് ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. ഇനീഷ്യൽ വെലോസിറ്റി 0 ആകുമ്പോൾ ആക്സിലറേഷൻ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ല. അപ്പോൾ V/T വരും. കാരണം ഇനീഷ്യൽ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എക്ക് വരെ നമുക്ക് എന്തെടുക്കാം? V/T. അപ്പോൾ എക്ക് വരെ എന്താണ്? V/S ഇൻറ്റു T² വരും. V/S ഇൻറ്റു T² വരും. ക്ലിയർ അല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. പവർ ഇസ് ഈക്വൽ വർക്ക് ബൈ ടൈം, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. ഫോഴ്സിന് പകരം MAS/T അല്ലെ? എക്ക് പകരം V/T. കാരണം U 0 ആണ് അല്ലെ? ഇനി അഗെയിൻ എസിന് പകരം നമുക്ക് എന്താ അല്ലെങ്കിൽ വിക്ക് വരെ എന്താ എഴുതാ? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? പവർ P ഈക്വൽ ടു എന്താ കിട്ടുക? M ഇൻറ്റു വിക്ക് പകരം S/T. അപ്പോൾ S² ഡിവൈഡിങ് ബൈ T³ വരും. S² ഡിവൈഡിങ് ബൈ T³. എടാ ഇതുവരെ ചെയ്താൽ മനസ്സിലായി. നമുക്ക് ആ റിലേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ എങ്ങനെയാണ് ആ റിലേഷൻ കിട്ടിയെന്ന് പറയാനാണ് ഇത്രയും പറയുന്നത്. ഓക്കെ. അപ്പോൾ MVS/T². പിന്നെ ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി കാരണം ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. അപ്പോൾ S²/T³. എന്തായാലും കോൺസ്റ്റന്റ് ആണ്, പവർ കോൺസ്റ്റന്റ് ആണ്. എടാ പവർ കോൺസ്റ്റന്റ്, മാസ് കോൺസ്റ്റന്റ് അല്ലേ? അപ്പോൾ എന്താണ് റിലേഷൻ? S² പ്രപ്പോർഷണൽ ടു എന്ത് വരും? S² പ്രപ്പോർഷണൽ ടു T³ വരും. ശരിയാണോ? S² പ്രപ്പോർഷണൽ ടു T³. അപ്പോൾ S പ്രപ്പോർഷണൽ ടു എന്ത് കിട്ടും?
എസ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2. ഇതാണ് എക്സാമിന് ചോദിച്ചത്. ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എസ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2. എസ് പ്രപ്പോർഷണൽ ടു എത്ര കിട്ടുക? ടി റേസ് ടു 3/2. മനസ്സിലായോ? അപ്പൊ ഇതാണ് ഡിസ്പ്ലേസ്മെന്റും ടൈമും തമ്മിലുള്ള റിലേഷൻ. ഇനി ഏതാ വേണ്ടത്? വെലോസിറ്റിയും ടൈമും. അതിനെന്ത് ചെയ്താൽ വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് മാറ്റാം. എടാ എസ് പ്രപ്പോർഷൻ ടു ടി റേസ് ടു 3/2 കിട്ടിയില്ലേ? അപ്പോ എന്താണ്? എസ് സ്ക്വയർ പ്രപ്പോർഷണൽ ടു ടി ക്യൂബ് അല്ലേ? എസിന് വരെ എന്ത് കൊടുക്കുക? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോ വി സ്ക്വയർ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ടി ക്യൂബ് വരും. ശരിയല്ലേ? എടാ ഡിസ്പ്ലേസ്മെന്റ് റിലേഷൻ കിട്ടി. ഇനി ഡിസ്പ്ലേസ്മെന്റിന് ഞാൻ എന്തെടുത്തു? വെലോസിറ്റി ഇൻറ്റു ടൈം. അപ്പോൾ വി സ്ക്വയർ ടി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ടി ക്യൂബ്. അപ്പോൾ എത്ര കിട്ടി? വി സ്ക്വയർ പ്രപ്പോർഷണൽ ടു ടി കിട്ടും. ശരിയല്ലേ? വി സ്ക്വയർ പ്രപ്പോർഷൻ ടു ടി ക്യൂബ് ബൈ ടി സ്ക്വയർ അല്ലെ? ടി ക്യൂബ് ബൈ ടി സ്ക്വയർ ക്യാൻസൽ ആവും, ടി കിട്ടും. അപ്പോൾ വി പ്രപ്പോർഷൻ എന്ത് കിട്ടും? വി പ്രപ്പോർഷൻ ടു റൂട്ട് ടി അല്ലെങ്കിൽ വി പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 1/2 ആണ്. ക്ലിയർ ആണോ? വി പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 1/2. ക്ലിയർ? ഈ റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് വരിക? കോൺസ്റ്റന്റ് പവറിൽ ഡിസ്പ്ലേസ്മെന്റ് ടൈം റിലേഷൻ ചോദിച്ചാൽ എസ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2. ക്ലിയർ? വെലോസിറ്റി ടൈം റിലേഷൻ ചോദിച്ചാൽ വി പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 1/2. ക്ലിയർ? അപ്പൊ ഈ ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാലോ? ശ്രദ്ധിക്കുക, ഒരു റിലേഷൻ കൂടി ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റും വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ അതിനെന്ത് ചെയ്താൽ മതി? എടാ എസ് സ്ക്വയർ പ്രപ്പോർഷണൽ ടി ക്യൂബ് അല്ലേ? അപ്പൊ ടി എന്ത് കിട്ടും? ടി പ്രപ്പോർഷണൽ ടു എന്ത് കിട്ടും? എസ് റേസ് ടു 2/3 കിട്ടൂലേ? ശരിയാണോ? കാരണം എസ് സ്ക്വയർ പ്രപ്പോർഷണൽ ടി ക്യൂബ്. അപ്പൊ ഈ 3 ഇങ്ങോട്ട് എടുക്കുക. അപ്പൊ ടി പ്രപ്പോർഷൻ എന്ത് കിട്ടും? എസ് റേസ് ടു 2/3. ഇനി അടുത്ത കേസിൽ എന്താ കിട്ടിയത്? വി സ്ക്വയർ പ്രപ്പോർഷൻ ടു ടി അല്ലേ? അല്ല, നമുക്ക് എന്താ കിട്ടിയത്? ടി പ്രപ്പോർഷൻ ടു എന്തും കിട്ടി? വി സ്ക്വയറും കിട്ടിയില്ലേ? എടാ ക്ലിയർ ആണോ? ടി പ്രപ്പോർഷൻ ടു വി സ്ക്വയർ കിട്ടിയില്ലേ? അപ്പൊ ടി പ്രപ്പോർഷൻ വി സ്ക്വയർ, പിന്നെ ടി പ്രപ്പോർഷൻ എസ് ക്യൂബ്. അപ്പൊ ഈ സൈഡ് സെയിം ആണ് അല്ലേ? എൽ എച്ച് എസ് സെയിം ആയാൽ ആരും സെയിം ആണ്? ആർ എച്ച് എസും. അപ്പോ വി സ്ക്വയർ പ്രപ്പോർഷണൽ ടു എസ് റേസ് ടു 2/3. ശരിയല്ലേ? കാരണം എൽ എച്ച് എസ് സെയിം ആയാൽ ആർ എച്ച് എസ് സെയിം. അപ്പൊ വി സ്ക്വയർ പ്രപ്പോർഷൻ ടു എസ് റേസ് ടു 2/3. അപ്പൊ വി എന്ത് കിട്ടും? വി പ്രപ്പോർഷണൽ ടു ഈ 2 അങ്ങോട്ട് പോകും. അപ്പൊ എത്ര കിട്ടും? എസ് റേസ് ടു 1/3. വി പ്രപ്പോർഷണൽ ടു എസ് റേസ് ടു 1/3. ശരിയാണോ? അല്ലെങ്കിൽ എസ് പ്രപ്പോർഷണൽ ടു വി ക്യൂബും കിട്ടും അല്ലെ? എസ് പ്രപ്പോർഷണൽ ടു വി ക്യൂബ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. എങ്ങനെ വന്നാലും ശരിയാണ്. വി പ്രപ്പോർഷണൽ എസ് റേസ് ടു 1/3. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് സാധാരണ റിലേഷൻസ് അറിഞ്ഞിരിക്കുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ് പ്രപ്പോർഷണൽ ടു ടി റേസ് ടു 3/2. വി പ്രപ്പോർഷൻ ടു ടി റേസ് ടു 1/2. അതിന് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി പ്രപ്പോർഷൻ ടു എസ് റേസ് ടു 1/3 വരും. ക്ലിയർ ആണോ? ഇനി അടുത്തത് എഫിഷ്യൻസി. ഈ പവറിൽ വരുന്ന സംഭവം എഫിഷ്യൻസി ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. അപ്പോൾ എഫിഷ്യൻസിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അപ്പോൾ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ എത്ര? ഇപ്പോൾ എഫിഷ്യൻസി ഈറ്റ 1 വന്നാൽ എന്താ അർത്ഥം? ഈറ്റ 1 വന്നാൽ 100% എഫിഷ്യൻസി. ഇത് പ്രാക്ടിക്കലി ഒരിക്കലും പോസിബിൾ അല്ല അല്ലേ? ഈറ്റയുടെ വാല്യൂ 1 കിട്ടിയാൽ എഫിഷ്യൻസി എത്രയാണ്? 100%. പക്ഷെ പ്രാക്ടിക്കലി നോട്ട് പോസിബിൾ. അപ്പോൾ ഒരു എഞ്ചിന്റെ ഒക്കെ എഫിഷ്യൻസി എങ്ങനെ കണ്ടുപിടിക്കുക? ഈറ്റ ഇസിക്കൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ്. ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ചെയ്താൽ എഫിഷ്യൻസി കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു അടുത്താണ് ലിഫ്റ്റിംഗ് പവർ. ഇവിടെ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ലിഫ്റ്റിംഗ് പവർ. ലിഫ്റ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പവർ ഈക്വൽ ടു വർക്ക് ബൈ ടൈം അല്ലേ? അപ്പോൾ നമ്മൾ സാധാരണ ഒരു ഒബ്ജക്റ്റ് ലിഫ്റ്റ് ചെയ്തു അല്ലെ? ലിഫ്റ്റ് ചെയ്യുമ്പോൾ വെള്ളം ഒരു ടാങ്കിലേക്ക് കടിക്കുമ്പോൾ അപ്പോൾ ആ വർക്ക് എന്താണ്? എഗെയിൻസ്റ്റ് ഗ്രാവിറ്റി. അപ്പോൾ നമ്മൾ mgh/t എടുക്കാറുണ്ട്. ക്ലിയർ? അപ്പോൾ ലിഫ്റ്റിംഗ് പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? mgh/t ആണ്. ചിലപ്പോൾ മാസിനെ, വെള്ളത്തിന്റെ കേസിലൊക്കെ മാസിന് എന്ത് ചെയ്യാറുണ്ട്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം. മാസിനെ ഡെൻസിറ്റി ഇൻറ്റു വോളിയം എടുക്കാറുണ്ട്. ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വാട്ടറിന്റെ 1000 ആയിരിക്കും. വാട്ടറിന്റെ ഡെൻസിറ്റി 1000. ക്ലിയർ? അപ്പോൾ ശ്രദ്ധിക്കുക, ലിഫ്റ്റിംഗ് പവർ ചോദിച്ചു കഴിഞ്ഞാൽ ലിഫ്റ്റിംഗ് പവർ എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്? ഒരു ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫേസ് ഒരു ഹൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ വെള്ളം അടിക്കുക. നമ്മൾ കിണറിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് അടിക്കുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ ചോദിക്കാറ് അല്ലേ? ടാങ്കിലേക്ക് അടിക്കുന്ന സമയത്ത് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര വോളിയം എന്നൊക്കെയാണ് പറയാം. ഇത്ര വോളിയം, ഇത്ര ലിറ്റർ ഒക്കെ ടാങ്കിലേക്ക് അടിച്ചു എന്ന് പറയാം. അപ്പോൾ നമ്മൾ മാസിനെ മാറ്റാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അതിന് നമ്മൾ എന്താ പറയുക? ലിഫ്റ്റിംഗ് പവർ. അപ്പോൾ ലിഫ്റ്റിംഗ് പവർ കണ്ടുപിടിക്കാൻ mgh/t. ക്ലിയർ? പിന്നെ അതേപോലെ തന്നെ നമ്മൾ സാധനം ഇൻക്ലൈൻഡ് പ്ലെയിനിൽ, ഇൻക്ലൈൻഡ് പ്ലെയിനിൽ സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ
എടാ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഫ് ഇൻറ്റു വി എന്ന് പറഞ്ഞൊരു ഫോർമുല നമ്മൾ പഠിച്ചില്ലേ. എഫ് എന്തായിരിക്കും? എം ജി സൈൻ തീറ്റ ഇൻറ്റു വി ചെയ്താൽ മതി. മാറിപ്പോയത് വർക്കല്ല, വർക്കിന് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. പവറിന് സാധാരണ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറഞ്ഞൊരു ഫോർമുല ഉണ്ട്. ക്ലിയർ? തീറ്റ 0 ആകുമ്പോൾ പവർ ഫോഴ്സ് ഇൻറ്റു വെലോസിറ്റി നമ്മളൊരു ഫോർമുല പറഞ്ഞില്ലേ. അപ്പോൾ അത് അപ്ലൈ ചെയ്താൽ മതി. സ്മൂത്ത് ആണെങ്കിൽ എം ജി സൈൻ തീറ്റ ഇൻറ്റു വി വരും. ക്ലിയർ? റഫ് ആണെങ്കിലോ പി ഈക്വൽ ടു എം ജി സൈൻ തീറ്റ മൈനസ് മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു വി വരും. കാരണം ഫ്രിക്ഷൻ കാരണം ഉണ്ടാവും. ഫ്രിക്ഷൻ കാരണം ഒരു ഓപ്പോസിറ്റ് ഉണ്ടാവും. ക്ലിയർ? അപ്പോൾ സാധാരണ ഇൻക്ലൈൻഡ് സ്മൂത്ത് സർഫേസ് ആണെങ്കിൽ അവിടുത്തെ പവർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എഫ് ഇൻറ്റു വി. എഫ് എപ്പോഴും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ നമുക്കറിയാം റിസോൾവ് ചെയ്യുമ്പോൾ എം ജി സൈൻ തീറ്റ ഉണ്ടാവും. ഇൻറ്റു വി ചെയ്താൽ മതി. ഇനി ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ എന്ത് വരും? പി ഇസ് ഈക്വൽ ടു എം ജി സൈൻ തീറ്റ. അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ടാവും. അത് മ്യൂ കെ എം ജി കോസ് തീറ്റ ആവും. മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു വി വരും അല്ലേ. ഇനി വെറും ഫ്രിക്ഷൻ കാരണമുള്ള പവറോ? പവർ ബൈ ഫ്രിക്ഷൻ ചോദിച്ചാലോ മൈനസ് മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു വി അല്ലേ. മൈനസ് മ്യൂ കെ എം ജി കോസ് തീറ്റ ഇൻറ്റു വി വരും ഫ്രിക്ഷൻ കാരണമുള്ള പവർ. അത് ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിലോ? ഇതിപ്പോൾ ഇൻക്ലൈൻഡ് അല്ലേ. ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിലോ? ഹൊറിസോണ്ടൽ സർഫേസ് ആണെങ്കിൽ ഈ കോമ്പണന്റ് ഉണ്ടാവില്ല. മ്യൂ കെ എം ജി ഇൻറ്റു വി മതി അല്ലേ. കോസിന്റെ കോമ്പണന്റ് ഉണ്ടാവില്ല. മ്യൂ കെ എം ജി ഇൻറ്റു വി മതി ഹൊറിസോണ്ടൽ ഡയറക്ഷനിലുള്ള പവർ. മനസ്സിലായോ? അപ്പോൾ ഇതൊക്കെയാണ് സാധാരണ പവറുമായി കണക്ട് ചെയ്യുന്ന ഇക്വേഷൻസ്. ക്ലിയർ? അപ്പോൾ അത് ആ ലോജിക്കലി നമ്മൾ പഠിച്ചാൽ മതി. വർക്ക് കാണാൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ആ ഡിസ്പ്ലേസ്മെന്റ് വരുന്നിടത്തൊക്കെ വെലോസിറ്റി വന്നു കഴിഞ്ഞാൽ അത് പവറിന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ അനുസരിച്ച് ഇക്വേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്ക് പവറിൻ്റെ ഒരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. A pump on the ground pump water to fill a tank. To fill a tank of volume 30 meter cube. 30 meter cube in 15 minutes. 13 meter cube in 15 minutes. If the tank is 40 meter height, 40 meter above ground. If the tank is 40 meter above ground, eta efficiency of pump. Eta of pump, efficiency of pump 30%. How much electric power consumed? How much electric power consumed? അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. എ പമ്പ് ഓൺ ദ ഗ്രൗണ്ട് ക്യാൻ പമ്പ് എ വാട്ടർ ടു എ വോളിയം. അപ്പോൾ വോളിയം ആണ് തന്നിട്ടുള്ളത് 30 മീറ്റർ ക്യൂബ് ആണ്. അപ്പോൾ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, SI യൂണിറ്റിലാണ് അല്ലേ. ടൈം എത്രയാണ്? 15 മിനിറ്റ് ആണ്. അപ്പോൾ 15 × 60 വരും അല്ലേ. അപ്പോഴല്ലേ സെക്കൻഡിലേക്ക് മാറുള്ളൂ. മിനിറ്റിനെ കൺവേർട്ട് ചെയ്യണ്ടേ. ടൈം 15 × 60. ടാങ്കിന്റെ ഹൈറ്റ് എത്രയാണ്? 40 മീറ്റർ ഹൈറ്റിലാണ് ടാങ്ക് ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന്. എഫിഷ്യൻസി ഈറ്റ് എത്രയാണ്? ആ എഞ്ചിന്റെ എഫിഷ്യൻസി 30% അല്ലേ. ഹൗ മച്ച് ഇലക്ട്രിക് പവർ കൺസ്യൂംഡ്. അപ്പോൾ എന്താണ് ഈറ്റിന്റെ ഫോർമുല? ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ ആണ് അല്ലെ. എഫിഷ്യൻസി ഈറ്റ ഈസ് ഈക്വൽ ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. എടാ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളം കയറ്റുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇൻപുട്ടാണ്. പവർ കൺസ്യൂംഡ് ബൈ ദ എഞ്ചിൻ ആണ്. പവർ കൺസ്യൂംഡ് ബൈ ദ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് പവർ കൺസ്യൂംഡ് ബൈ ദ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ എഞ്ചിന്റെ പവർ. അത് അയാളെ ഇൻപുട്ട് പവർ ആണ്. കാരണം ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ വെള്ളം കയറ്റി അയക്കുന്നതാണ് ഔട്ട്പുട്ട്. അപ്പോൾ അതിന് ആ എഞ്ചിൻ ഉപയോഗിച്ചില്ലേ, അതാണ് ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ ഈറ്റ് എത്രയാണ്? 30/100 അല്ലെ. 30% 30/100 ഈക്വൽ ടു ഔട്ട്പുട്ട് എന്താണ്? ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ ഔട്ട്പുട്ട് mgh/t ലിഫ്റ്റിംഗ് പവർ ആണ്. ബൈ ഇൻപുട്ട് വരും. മനസ്സിലായോ? ശ്രദ്ധിക്കുക. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രൗണ്ടിൽ നിന്ന് വെള്ളം ടാങ്കിലേക്ക് കയറ്റുന്നത്, അത് ലിഫ്റ്റിംഗ് പവർ ആണ്. ആ ലിഫ്റ്റിംഗ് പവർ ആരാണ്? mgh/t. ഇൻപുട്ടാണ് എഞ്ചിൻ്റെ, അതാണ് കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ? അപ്പോൾ 30/100 ഇൻറ്റു എത്രയാണ്?
മാസ് അറിയാത്തതുകൊണ്ട് എന്ത് ചെയ്യുക, മാസ് കണ്ടുപിടിക്കാൻ ഡെൻസിറ്റി ഇൻറ്റു വോളിയം അല്ലേ. അപ്പോൾ ഡെൻസിറ്റി എത്രയാണ്, വാട്ടറിൻ്റെ 1000 ആണ്. അപ്പോൾ 30 ഇൻറ്റു 10³ വരും. ക്ലിയർ. മാസ് ക്വസ്റ്റ്യൻ തന്നിട്ടില്ല, പക്ഷേ വാട്ടറാണ് നമുക്കറിയാം. വാട്ടർ എങ്ങനെയാണ്, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. വാട്ടറിൻ്റെ ഡെൻസിറ്റി 1000, 10³ വോളിയം 30. അപ്പോൾ എത്ര വരാം, മാസിന് പകരം 10³ ഇൻറ്റു 30. ജീൻ്റെ വാല്യൂ 10, എച്ച് എത്രയാണ് 40 മീറ്റർ അല്ലേ. ഡിവൈഡിങ് ബൈ ടൈം എത്രയാണ് 15 ഇൻറ്റു 60. ഓക്കെ, പിന്നെ പി ഇൻ, ഈ ഇൻപുട്ടാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മനസ്സിലായോ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത്. അപ്പോൾ ഈറ്റ ഇസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ബൈ ഇൻപുട്ട് പവർ. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ വെള്ളം കയറ്റുന്നത്, ലിഫ്റ്റിംഗ് പവർ mgh/t അല്ലെ. മാസ് തരാത്തതുകൊണ്ട് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ കോമൺ ആയിട്ട് ഈ 30യും ഈ 30യും ക്യാൻസൽ ആവും. ക്ലിയർ. പിന്നെ കോമൺ ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും അല്ലേ. ഈ സീറോ ക്യാൻസൽ ചെയ്യും, എന്നിട്ട് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്തിട്ട് ഇൻപുട്ട് പവർ കണ്ടാൽ മതി. ക്ലിയർ. മനസ്സിലായോ, ഇൻപുട്ട് പവർ കണ്ടാൽ ആൻസർ കിട്ടും. ക്ലിയർ ആണോ? ശ്രദ്ധിക്കുക, ഈ വർക്ക് പവർ എനർജിയിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് കൊളീഷൻ. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കൊളീഷൻ്റെ നമ്മുടെ ഡിസ്കഷനിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്കഷൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, കൂടുതൽ ക്വസ്റ്റ്യൻസ് കൊളീഷനുമായി ബന്ധപ്പെട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, കൊളീഷൻ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ലെവൽ 1 ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയുന്നത് മാത്രം, ആവശ്യമുള്ള പോയിന്റുകൾ മാത്രം. ഓക്കെ, നമുക്കറിയാം 2 ഒബ്ജക്റ്റ് ഫിസിക്കലി ഇൻട്രാക്ട് ചെയ്യുക, അതിന് നമ്മൾ കൊളീഷൻ എന്ന് പറയാം. അതിന് ഫിസിക്കൽ ഇൻട്രാക്ഷൻ നോട്ട് നെസസറിയാണ്. നെസസറി അല്ല, ഇടിച്ചിട്ടും അല്ലാണ്ടെയും ഒരു ബോഡി മറ്റൊരു ബോഡിൻ്റെ പാത്ത് ഡിഫ്ലക്ട് ചെയ്താലും കൊളീഷൻ സംഭവിക്കാം അല്ലേ. അതിൽ നമുക്ക് പല ടൈപ്പ് കൊളീഷൻസ് ഉണ്ട് അല്ലേ. ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട്, പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ ഉണ്ട് അല്ലേ. 3 ടൈപ്പ് കൊളീഷൻ ഉണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ, ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ, അതേപോലെ തന്നെ പെർഫെക്റ്റ്ലി ഇൻ ഇലാസ്റ്റിക് കൊളീഷൻ. ഓക്കെ, അപ്പോൾ അതിൽ ആദ്യം ഞാൻ ഇലാസ്റ്റിക് കൊളീഷനാണ് പറയുന്നത്. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇലാസ്റ്റിക് കൊളീഷൻ്റെ പോയിന്റ്സ് ഏതൊക്കെയാണ്, മൊമെൻറ്റം കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ്. അപ്പോൾ ഇത് ഡെയിലി ലൈഫിൽ നടക്കുന്ന കൊളീഷൻസ് ഒന്നല്ല. സബ് അറ്റോമിക് പാർട്ടിക്കിൾ, ഇപ്പോൾ എന്താണ് ഇലക്ട്രോൺ, പ്രോട്ടോൺ, ഇങ്ങനത്തെ സബ് അറ്റോമിക് പാർട്ടിക്കിൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇടിക്കുമ്പോൾ നടക്കുന്ന കൊളീഷനാണ് ശരിക്കും ഇലാസ്റ്റിക് കൊളീഷൻ. കാരണം ഡെയിലി ലൈഫിൽ ഒരിക്കലും കൈനറ്റിക് എനർജി കൺസേർവ്ഡ് ആവില്ല. ഓക്കെ, അപ്പോൾ ഇലാസ്റ്റിക് കൊളീഷന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ലീനിയർ മൊമെന്റം കൺസേർവ്ഡ്, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ്. ക്ലിയർ. അത് ഞാൻ ആദ്യം 1 ഡയമെൻഷന്റെ കാര്യമാണ് പറയുന്നത് അല്ലേ. ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇലാസ്റ്റിക് കൊളീഷൻ ഇൻ 1 ഡയമെൻഷൻ. 1 ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ M1 എന്നുള്ളൊരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ലൈനിലാണ് കൊളീഷൻ നടക്കുക അല്ലേ. ഹെഡ് ഓൺ കൊളീഷൻ എന്നൊക്കെ പറയും. ഈ സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ട് ഒരു ഇടിക്കും അല്ലേ. സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ട്രൈക്ക് ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതിന് എന്ത് പറയാറുണ്ട്, ഹെഡ് ഓൺ കൊളീഷൻ എന്നൊക്കെ പറയാറുണ്ട്. ഹെഡ് ഓൺ കൊളീഷൻ. അപ്പോൾ M1 മൂവ് ചെയ്യുന്നത് U1, M2 മൂവ് ചെയ്യുന്നത് U2. അവർ ഇടിച്ചതിന് ശേഷം M1 മൂവ് ചെയ്യുന്നത് V1, M2 മൂവ് ചെയ്യുന്നത് V2. അപ്പോൾ നമ്മളിത് പഠിച്ചിട്ടുണ്ട്, ഇയാളെ കൈനറ്റിക് എനർജി കൺസേർവ്ഡ്. അപ്പോൾ കൈനറ്റിക് എനർജിക്ക് ഒരു ഇക്വേഷൻ കിട്ടും അല്ലേ. ഹാഫ് M1 U1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 U2 സ്ക്വയർ, ഹാഫ് M1 V1 സ്ക്വയർ പ്ലസ് ഹാഫ് M2 V2 സ്ക്വയർ. മൊമെന്റം കൺസേർവ്ഡ്. അപ്പോൾ M1 U1 പ്ലസ് M2 U2 ഇസ് ഈക്വൽ ടു M1 V1 പ്ലസ് M2 V2. അങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവസാനം V1ഉം V2ഉം കണ്ടുപിടിക്കാൻ പറ്റും. ഈ V1ഉം V2 എന്താണ്, ഈ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റീസ്. അപ്പോൾ ഈ V1 V2 എന്ന് പറയുന്നത് ഇവരിടിച്ചതിന് ശേഷം ഇവർക്കുള്ള വെലോസിറ്റീസ്. ആ ഫോമിൽ അറിഞ്ഞിരിക്കണം. കാരണം പലപ്പോഴും ആ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റീസ് കാണാൻ പറയും, അതല്ല വേറെ എന്തെങ്കിലും കാണാൻ ചോദിക്കുക, പക്ഷെ ആ വെലോസിറ്റീസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ഫോമുല എന്തായാലും ബൈഹാർട്ട് ചെയ്യണം. ഇലാസ്റ്റിക് കൊളിഷന് എന്താണ്, കൊളിഷന് ശേഷമുള്ള പാർട്ടിക്കിൾസിന്റെ വെലോസിറ്റീസ്. അത് V1 എന്താണ്, M1 മൈനസ് M2 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2. അപ്പോൾ V1 കണ്ടുപിടിക്കാൻ M1 മൈനസ് M2 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U1 പ്ലസ് 2M2 U2 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2. V2 ആണെങ്കിൽ M2 മൈനസ് M1 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2 വരും. ഇവിടെ U1 വരെ U2 വരും പ്ലസ് M2 U2 നേരം M1 U1 ബൈ M1 പ്ലസ് M2. അപ്പോൾ V2 കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്, M2 മൈനസ് M1 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു U2 പ്ലസ് 2M1 U1 ഡിവൈഡിങ് ബൈ M1 പ്ലസ് M2. ഇതാണ് കൊളിഷന് ശേഷമുള്ള ഇലാസ്റ്റിക് കൊളിഷന് ശേഷമുള്ള പാർട്ടിക്കിളുടെ വെലോസിറ്റീസ്. ഇതിൽ തന്നെ ഒരുപാട് സ്പെഷ്യൽ കേസ് ഉണ്ട്, ഇതൊന്നും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്നുകൂടി എഴുതി, കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ആ 4 കേസസ്, 4 2-3 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫസ്റ്റ് സ്പെഷ്യൽ കേസ് എന്താണ്, M1ഉം M2ഉം തുല്യം. M1 ഈക്വൽ ടു M2, അതൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടും. ഇതൊക്കെ നമ്മൾ ലെവൽ 1 ചെയ്തിട്ടുണ്ട്. സോ ഇഫ് M1 ഇസ് ഈക്വൽ ടു M2 ആയാൽ എന്ത് സംഭവിക്കും, V1 U2 ആവും, V2 U1 ആവും. അപ്പോൾ രണ്ടും ഈക്വൽ മാസ് ആയാൽ
ഈ മാസം തുല്യമായാൽ കൊളിഷന് ശേഷം ദേ വിൽ എക്സ്ചേഞ്ച് ദ വെലോസിറ്റി എന്ന് പറയാം. അവർ വെലോസിറ്റീസ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യും. കാരണം ആദ്യത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി രണ്ടാമത്തെ ആൾക്കും കിട്ടി, രണ്ടാമത്തെ പാർട്ടിക്കിളിന്റെ വെലോസിറ്റി ആദ്യത്തെ പാർട്ടിക്കിളിനും കിട്ടി. അപ്പോൾ 2 മാസും തുല്യമായാൽ m1 m2 തുല്യമായാൽ കൊളിഷന് ശേഷം ദേ വിൽ എക്സ്ചേഞ്ച് ദ വെലോസിറ്റി. ആ റിസൾട്ട് പഠിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ കേസ് എന്താണ്? 2 മാസ് ഈക്വൽ തന്നെ, m1 m2 ഈക്വൽ, പക്ഷെ m2 റെസ്റ്റ് ആണ്. അപ്പൊ u2 0 അല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്പെഷ്യൽ കേസ് എന്താ പറയുന്നത്? m1 m2 തുല്യം, പക്ഷെ രണ്ടാമത്തെ മാസ് റെസ്റ്റ്. രണ്ടാമത്തെ മാസ് റെസ്റ്റ് ആയാൽ u2 0. അപ്പൊ v1 0 ആവും, v2 u1 ആവും. അങ്ങനെ സംഭവിച്ചാൽ m1 ഈക്വൽ ടു m2, രണ്ടാമത്തെ ഒബ്ജക്റ്റ് റെസ്റ്റ് ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യത്തെ ബോഡി റെസ്റ്റ് ആവും, രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ബോഡീന്റെ വെലോസിൽ മൂവ് ചെയ്യും ചെയ്യും. അപ്പൊ അതാണ് പറയുന്നത്, ആദ്യത്തെ ബോഡി എന്താവും? ആദ്യത്തെ ബോഡിനെ ശരിക്ക് മൂവ് ചെയ്യുന്നത്, പക്ഷെ കൊളിഷന് ശേഷം ആദ്യത്തെ ബോഡി റെസ്റ്റ് ആവും, രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ആളെ വെലോസിൽ പോവുകയും ചെയ്യും. അതുകൊണ്ടാണ് v1 0 v2 u1 വരുന്നത്. ക്ലിയർ? ഇനി മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? ഇഫ് m1 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ m2. അപ്പോൾ ആദ്യത്തെ ബോഡിയുടെ മാസ് വളരെ വളരെ കൂടുതൽ, m2 റെസ്റ്റ് ആണ്, ആദ്യത്തെ ബോഡിയുടെ മാസ് വളരെ കൂടുതൽ. അങ്ങനെ വന്നാൽ v1 u1 ആയിരിക്കും. ആദ്യത്തെ ബോഡി അതേ വെലോസിറ്റി തന്നെ പോകും, പക്ഷെ രണ്ടാമത്തെ ആളെ വെലോസിറ്റി 2 ടൈംസ് ആദ്യത്തെ ആളായിരിക്കും. v2 = 2 u1. അപ്പോൾ മൂന്നാമത്തെ കേസ് എന്താ പറയുന്നത്? m1 ഇഫ് m1 ഈസ് വെരി വെരി ഗ്രേറ്റർ ദാൻ m2 ആയാൽ m2 റെസ്റ്റും m1 മാസ് വളരെ കൂടുതലായി കഴിഞ്ഞാൽ ആദ്യത്തെ ബോഡി എന്ത് ചെയ്യും? അതേ വെലോസിറ്റി തന്നെ മൂവ് ചെയ്യും, പക്ഷെ രണ്ടാമത്തെ ബോഡി ആദ്യത്തെ ഡബിൾ ആവും, v2 ആരാവും? 2 u1. അതാണ് മൂന്നാമത്തെ കേസ്. നാലാമത്തെ കേസ് എന്താ വെച്ചാൽ ഇഫ് m2 തിരിച്ച് m2 വെരി വെരി ഗ്രേറ്റർ ദാൻ m1. ഇപ്പോൾ ഒരു വാളൊക്കെ ആണെങ്കിൽ നമ്മളൊരു ബോൾ എടുത്ത് വാളിലേക്കൊക്കെ എറിഞ്ഞാൽ, ക്ലിയർ, m2 വെരി വെരി ഗ്രേറ്റർ ദാൻ m1, വാള് റെസ്റ്റും m2 റെസ്റ്റ്. അങ്ങനെ സംഭവിച്ചാൽ v2 എന്തായാലും വാള് മൂവ് ചെയ്യോ? ഇല്ല, വാള് അവിടെ തന്നെ ഉണ്ടാവും അല്ലേ? നമ്മളൊരു മതിലിലേക്ക് ഒരു പന്ത് എറിഞ്ഞാൽ പന്ത് തിരിച്ചിങ്ങോട്ട് വരും, വാള് മൂവ് ചെയ്യുന്നുണ്ടോ? ഇല്ല, വാള് റെസ്റ്റ്, പന്ത് ഓപ്പോസിറ്റ് വരും, -u1. അപ്പോൾ m2 വെരി വെരി ഗ്രേറ്റർ ദാൻ m1 ആയാൽ m2 റെസ്റ്റ് തന്നെ ആയിരിക്കും അല്ലേ? m2 റെസ്റ്റ്. അപ്പോൾ v1 -u1, എറിഞ്ഞ ബോള് അതേ വെലോസിൽ തിരിച്ചു വരും, v2 0. ക്ലിയർ? ഇതാണ് ഈ 4 കേസസ്. ഓർത്തിരിക്കുക, ചില ക്വസ്റ്റ്യൻസിൽ ഈ ഓപ്ഷൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്തത് ഗ്ലെയിൻസിങ് ആംഗിൾ, ഗ്ലെയിൻസിങ് കൊളിഷൻ. നമ്മുടെ ഹെഡ് ഓൺ കൊളിഷൻ ഞാൻ പറഞ്ഞൊരു സ്ട്രെയിറ്റ് ലൈനിൽ നടക്കുന്ന കൊളിഷൻ നമ്മൾ എന്തെന്ന് പറയാ? ഹെഡ് ഓൺ കൊളിഷൻ. ഗ്ലൈൻസിങ് കൊളിഷൻ എന്ന് പറഞ്ഞാൽ u1 = v1 v2 0 ആവുക. കൊളിഷന് ശേഷം എന്ത് ചെയ്യുക? ആദ്യത്തെ പാർട്ടിക്കിൾ അതേ വെലോസിറ്റി തന്നെ പോവുക, രണ്ടാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റ് തന്നെ. കൊളിഷന് ശേഷം ആദ്യത്തെ പാർട്ടിക്കിൾ അതേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുക, രണ്ടാമത്തെ പാർട്ടിക്കിൾ റെസ്റ്റിലിരിക്കുക. അപ്പോഴാണ് എന്തെന്ന് പറയുക? ഗ്ലാൻസിങ് കൊളിഷൻ എന്ന് പറയാം. ഗ്ലാൻസിങ് കൊളിഷൻ. ക്ലിയർ? പിന്നെ അടുത്ത ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ m1 = m2, 2 ഐഡന്റിക്കൽ പാർട്ടിക്കിൾ m1 = m2 ആയാൽ കൊളിഷന് ശേഷം ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് മൂവ് ചെയ്യുന്ന പറഞ്ഞത്. ചിലപ്പം എന്ത് ചെയ്യുക? ഐഡന്റിക്കൽ പാർട്ടിക്കിൾസ് കൊളിഷൻ നടന്നാൽ ആഫ്റ്റർ കൊളിഷൻ മൂവ് പെർപെൻഡിക്കുലർ, രണ്ടാളും മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്ന പറയുന്നത്. അപ്പൊ ഇതാണ് സാധാരണ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. ക്ലിയർ? ഈ ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ നമുക്കൊരു സംഭവം കിട്ടും. അതിനെയാണ് നമ്മൾ സാധാരണ എന്താണ്? v2 - v1 = u1 - u2 അല്ലേ? നമുക്ക് സാധാരണ നമ്മളിതൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. v2 - v1 = u1 - u2 അല്ലേ? ഇത് നമ്മൾ വെലോസിറ്റി ഓഫ് സെപ്പറേഷൻ എന്ന് പറയും, ഇതിൽ നമ്മൾ വെലോസിറ്റി ഓഫ് അപ്രോച്ച് എന്ന് പറയും. അത് വെച്ചിട്ട് കോഎഫിഷ്യന്റ് ഓഫ് റെസ്റ്റിറ്റ്യൂഷൻ ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, v2 - v1 = u1 - u2 ഈ കൊളിഷനിൽ കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് അല്ലേ? അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷനിൽ കിട്ടുന്ന വേറൊരു റിസൾട്ട് ആണ്. ആ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? v2 - v1 = u1 - u2. ക്ലിയർ? ഇനി അടുത്തത് 2 ഡയമെൻഷനിൽ ആണ്. നമ്മൾ 2 ഡയമെൻഷനിൽ പറഞ്ഞിട്ടുണ്ട്, ഒരു സിംഗിൾ കോമ്പണന്റ് വെച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? ലെവൽ 1-ൽ ഞാനിതൊരു രണ്ടും ഇൻക്ലൈൻഡ് പ്ലെയിനിൽ വെച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അതാണ് 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ. 2 ഡയമെൻഷണൽ ഇലാസ്റ്റിക് കൊളിഷൻ. ഇപ്പൊ m1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? u1. അപ്പൊ 2D എന്ന് പറഞ്ഞ ഒരു പ്ലെയിനിലാണ് കൊളിഷൻ നടക്കുക അല്ലെ? ഇതൊരു 2 ഡയമെൻഷനിലാണ്. അപ്പൊ 2 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ഈ കൊളിഷൻ എവിടെയാണ് നടക്കുക? ഒരു പ്ലെയിനിലാണ് നടക്കുക. അപ്പോ m1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി എത്രയാണ്? u1. m2 മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2. ഇയാൾ ഇവിടെ ഉണ്ടാക്കിയ ആംഗിൾ ആണ് θ1 ഉം θ2. ക്ലിയർ അല്ലേ? അപ്പൊ m1 മൂവ് ചെയ്യുന്ന വെലോസിറ്റി u1, m2 മൂവ് ചെയ്യുന്ന വെലോസിറ്റി u2. ഇയാൾ ഉണ്ടാക്കിയ ആംഗിൾ ഇത് θ1, ഇത് θ2. കൊളിഷന് ശേഷം m1 മൂവ് ചെയ്യുന്നത് v1, m2 മൂവ് ചെയ്യുന്നത് v2. ക്ലിയർ? അത് എങ്ങോട്ട് വേണമെങ്കിലും ആയിക്കോട്ടെ, നമ്മൾ പ്ലെയിനിലായാലും മതി. ഓക്കെ, അപ്പൊ കൊളിഷന് ശേഷം m1 മൂവ് ചെയ്യുന്നത് v1,
m2 മൂവ് ചെയ്യുന്നത് v2. അപ്പോൾ ഉണ്ടാക്കുന്ന ആംഗിൾ ആണ് ഇത് θ3 θ4. ക്ലിയർ ആണോ? അപ്പോൾ അടുത്തത് 2 ഡയമെൻഷനിലെ ഇലാസ്റ്റിക് കൊളിഷൻ ആണ്. അപ്പോൾ അതിന് പ്ലെയിനിൽ എക്സ് കോമ്പണന്റും വേണം വൈ കോമ്പണന്റും വേണം, അപ്പോഴല്ലേ 2 ഡയമെൻഷനിൽ ആവുക. അപ്പോൾ m1 മൂവ് ചെയ്യുന്നത് u1 m2 u2, ഇത് θ1 θ2. കൊളിഷന് ശേഷം m1 മൂവ് ചെയ്യുന്നത് v1 m2 മൂവ് ചെയ്യുന്നത് v2 θ3 θ4. എന്തായാലും ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് കൈനറ്റിക് എനർജി എന്തായിരിക്കും? കൺസേർവ്ഡ് ആയിരിക്കും. എടാ കൈനറ്റിക് എനർജി സ്കാലാർ ആയ കാരണം കോമ്പണൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. കാരണം കൈനറ്റിക് എനർജി എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കാലാർ ക്വാണ്ടിറ്റി. മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എന്താ വരിക? ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ അല്ലേ? കാരണം കൈനറ്റിക് എനർജിക്ക് കോമ്പണൻസ് നോക്കേണ്ട, സ്കാലാർ ആണ്, ഇലാസ്റ്റിക് കൊളിഷൻ ആയതുകൊണ്ട് കൺസേർവ്ഡ് ആണ്. അപ്പോൾ ഹാഫ് m1 u1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 u2 സ്ക്വയർ ഈക്വൽ ടു ഹാഫ് m1 v1 സ്ക്വയർ പ്ലസ് ഹാഫ് m2 v2 സ്ക്വയർ. ക്ലിയർ അല്ലേ? പക്ഷേ മൊമെന്റം നോക്കുമ്പോൾ മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ് അല്ലേ? മൊമെന്റം നോക്കുന്ന സമയത്ത് മൊമെന്റം എന്ത് ക്വാണ്ടിറ്റിയാണ്? മൊമെന്റം ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ നമ്മൾ എന്തുകൂടി നോക്കണം? മൊമെന്റത്തിന്റെ കോമ്പണൻസ് നോക്കണം. കാരണം വെക്ടർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ മാഗ്നിറ്റ്യൂഡ് മാത്രം നോക്കിയാൽ പോരാ, ഡയറക്ഷൻ കൂടി നോക്കണം. അപ്പോൾ നമ്മൾ റിസോൾവ് ചെയ്യും അല്ലേ? ഈ u1 റിസോൾവ് ചെയ്യുമ്പോൾ ഹൊറിസോണ്ടൽ കോമ്പണന്റ് എക്സ് കോമ്പണന്റ് കോസും ആവും, വൈ കോമ്പണന്റ് സൈനും ആവും അല്ലേ? നമ്മൾ സാധാരണ ഈ ഒരു വെക്ടർ, ഇതൊക്കെ വെക്ടേഴ്സ് ആണ്. ഈ വെക്ടേഴ്സ് റിസോൾവ് ചെയ്യുമ്പോൾ കോമ്പണൻസ് ഉണ്ടാവും. കോസ് കോമ്പണന്റ് ഒക്കെ എക്സിൽ വരും, സൈൻ കോമ്പണന്റ് ഒക്കെ വൈയിലും വരും. ക്ലിയർ? അപ്പോൾ ആദ്യം എക്സ് കോമ്പണന്റ് ആണ് ഇക്വേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് m1 u1 cos θ1. കാരണം കോസ് എപ്പോഴും ഏത് കോമ്പണന്റ് ആയിട്ട് വരിക? എക്സ് കോമ്പണന്റ് അല്ലേ? ഇയാൾ എക്സ് കോമ്പണന്റ് കോസ് വരും, ഇയാൾ എക്സ് കോമ്പണന്റ് കോസ് വരും. അപ്പോൾ m1 u1 cos θ1 പ്ലസ് m2 u2 cos θ2 ഈക്വൽ ടു കൊളിഷന് ശേഷം m1 v1 cos θ3 പ്ലസ് m2 v2 cos θ4. കാരണം മൊമെന്റം കൺസേർവ്ഡ് ആണ്. അതിന്റെ എക്സ് കോമ്പണന്റ് ത്രൂ ഔട്ട് ഇക്വേറ്റ് ചെയ്യുക, അതൊക്കെ കോസ് കോമ്പണന്റ് ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ m1 u1 cos θ1 പ്ലസ് m2 u2 cos θ2 ഈക്വൽ ടു m1 v1 cos θ3 പ്ലസ് m2 v2 cos θ4. ഇനിയുടെ സൈൻ കോമ്പണന്റ് നോക്കുക. സൈൻ കോമ്പണന്റ് ആണ് വൈ കോമ്പണന്റ്, പക്ഷേ അതിന് ഡയറക്ഷൻ ഉണ്ടാവും. കോസ് സാധാരണ രണ്ടും ഒരേ ഡയറക്ഷനിൽ വരും, പക്ഷേ സൈൻ നമുക്കറിയാം ഒന്ന് ഇങ്ങോട്ടാണെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് പോകും. നമ്മൾ ഓൾറെഡി ലെവൽ 1 ചെയ്തിട്ടുണ്ട് അല്ലേ? സിംഗിൾ പാർട്ടിക്കിൾ വെച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ സമയത്ത് സൈനിൻ്റെ ഡയറക്ഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതേ സംഭവം തന്നെ സൈൻ കോമ്പണന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും, പ്ലസ് വൈയിലും മൈനസ് വൈയിലും പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ മൈനസ് വരാനുള്ള കാരണം അല്ലേ? റിസൾട്ട് നമ്മൾ വരച്ച് നോക്കുമ്പോൾ മനസ്സിലാവും, പ്ലസ് വൈയിലും പോകും മൈനസ് വൈയിലും പോകും. അപ്പോൾ സൈൻ കോമ്പണന്റ് എന്താ വരിക? m1 u1 sin θ1 മൈനസ് m2 u2 sin θ2 ഈക്വൽ ടു m1 v1 sin θ3 മൈനസ് m2 v2 sin θ4. ക്ലിയർ? അപ്പോൾ മൊമെന്റം നോക്കുമ്പോൾ എന്ത് ചെയ്യണം? കോമ്പണൻസ് നോക്കി ഇക്വേറ്റ് ചെയ്യാൻ പാടുള്ളൂ. കോസ് കോമ്പണന്റ് ഒക്കെ ഒരേ ഡയറക്ഷനിൽ വരുന്നതുകൊണ്ട് പ്ലസ് വരും, സൈൻ കോമ്പണന്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും, പ്ലസ് വൈയിലും മൈനസ് വൈയിലും, അതുകൊണ്ട് ഇവിടെ മൈനസും വരും. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ഇലാസ്റ്റിക് കൊളിഷൻ ഇൻ 1 ഡയമെൻഷൻ. അപ്പോൾ ഇലാസ്റ്റിക് കൊളിഷന് എപ്പോഴും മൊമെന്റം കൺസേർവ്ഡ് ആയിരിക്കും, കൈനറ്റിക് എനർജി കൺസേർവ്ഡ്, ടോട്ടൽ എനർജി കൺസേർവ്ഡ്. ക്ലിയർ അല്ലേ?